हरे कृष्णा सर्वम कृष्ण अर्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा പവനപുരേഷൻ की जय ഓം ശ്രീ മാത്രേ നമഃ ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിൻ്റെ വിഷ്ണു സഹസ്രനാമം അല്ല കേട്ടോ, ശ്രീമദ് ഭാഗവത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, ലേറ്റ് ആയിപ്പോയി, സാറില്ല. ഭാഗവതമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോണത്, ശ്രീമദ് ഭാഗവതം. അപ്പോൾ ഭാഗവതം എങ്ങനെ പറയണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എങ്ങനെ പഠിപ്പിച്ചു തരണം എന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമ്മൾ എത്രത്തോളം നിങ്ങൾക്ക് ഭാഗവതം മനസ്സിലാവുമെന്നും എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് എത്രത്തോളം പറഞ്ഞു തരാൻ പറ്റുമെന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ ശ്രമിക്കുകയാണ്, ശ്രീമദ് ഭാഗവതം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഭാഗവതത്തിൽ ഒരുപാട് ഭഗവാന്റെ കഥകളുണ്ട്. പലതും നമ്മൾ കേട്ട കഥകളാണ്. പക്ഷേ കേട്ട കഥകൾ വീണ്ടും കേൾക്കുമ്പോൾ നമുക്കതിനൊരു ശ്രവണ സുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇനിയൊരു കാര്യം പറഞ്ഞുതരാം, ഈ കഥകളെല്ലാം കേട്ടിട്ടുണ്ടെങ്കിലും അതൊരു ഓത്തൻറ്റിക് ആയതാണോ മാത്രമേ നമ്മൾ ചിന്തിച്ചാൽ മതി. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആധികാരികമായിട്ടുള്ള രീതിയിലൂടെ നമ്മൾ ആ കഥകൾ കേട്ടാലേ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രമിക്കാം. ഭഗവാന്റെ അനുഗ്രഹവും ഗുരുപരമ്പരയുടെ അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്താ പറയണേന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും നമുക്ക് ശ്രമിക്കാം. ആദ്യമായിട്ടാണ് ഗുരുവായൂർ മഞ്ജരീസിൽ ശ്രീമദ് ഭാഗവതം എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാൻ പറ്റുന്ന രീതിയിൽ ഓരോരോ കഥകളായിട്ട് ഭഗവാന്റെ അവതാരം മുതൽ, ഓക്കെ, ആഗമനം, കൃഷ്ണാഗമനം മുതൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് ക്ഷമയോടെ കേൾക്കുക. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അസുരന്മാരാരും ആരല്ല, രാജാക്കന്മാരല്ല. അസുരന്മാരൊന്നും തന്നെ രാജാക്കന്മാരല്ല. പിന്നെയോ, പക്ഷെ അവർക്ക് രാജകീയ പരമ്പരയിൽ പെട്ടവരാണെന്നായിരുന്നു അവരുടെ ഒരു രീതി. പറയാറില്ലേ അസുരന്മാര് അസുര ഗുരു അങ്ങനെയൊക്കെ പറയാറില്ലേ. അപ്പം അസുരന്മാരുടെ വിചാരം അവർ രാജകീയ പരമ്പരയിൽ പെട്ടവരായിരുന്നു, അല്ലെങ്കിൽ അവരുടെ രീതികൾ അങ്ങനെയായിരുന്നു, അവരുടെ പെരുമാറ്റം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അസുരന്മാരുടെ അനാവശ്യമായിരിക്കുന്ന സൈനിക ശക്തി, അസുരന്മാർക്ക് ഒരുപാട് സൈന്യങ്ങളുണ്ട്, അവരുടെ ആ ഒരു വല്ലാത്തൊരു അസുരന്മാരുടെ ആ ഒരു സൈനിക ശക്തിയുടെ ഭാരം, അവരുടെ രീതി നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അസുരന്മാരെ എപ്പോഴും മദ്യം, സ്ത്രീ സേവ, അങ്ങനെയുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും ഈ അസുരന്മാർ. അതുകൊണ്ട് തന്നെ ഇവരുടെ അനാവശ്യമായിരിക്കുന്ന ഈ സൈനിക ശക്തിയുടെ ആ ഭാരം കൊണ്ട് ഭൂമിക്ക് താങ്ങാനാവാത്ത ഒരു ഭാരം ഉണ്ടായി ഭൂമിക്ക്. ഇവരിങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കുക അസുരന്മാർ. അങ്ങനെ ഭൂമിക്ക് താങ്ങാൻ പറ്റാത്ത ഭാരമുണ്ടായപ്പോൾ അന്ന് ലോകം മുഴുവൻ ആകുലപ്പെട്ടു. എന്താ ഇത്രയും ഭാരം, ഭൂമിക്ക് ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ അസുര രാജാക്കന്മാർ വരുത്തി വയ്ക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട്, അസുര രാജാക്കന്മാർ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങി ഭൂമിക്ക്. നോക്കൂ, ഞാൻ ഈ പറഞ്ഞിരുന്നത് വേറെ ഒരു വെർഷനിൽ കുറച്ച് സിമ്പിളായിട്ടാണ് പറഞ്ഞിരുന്നത് കേട്ടോ. നിങ്ങൾ ഭാഗവതം വായിക്കുന്നവരായിരിക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കും, എന്താ മാതാജി ഇങ്ങനെ പറയണത്? പക്ഷേ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേറെ ഒരു റൂട്ട് പിടിച്ചാണ് പറയുന്നത്. അത് അതുപോലെ മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ, അതായത് നിങ്ങൾക്കും നാളെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ വേ, അതാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ ഈ ഭൂമിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങി ഈ അസുരന്മാർ. അങ്ങനെ ഉണ്ടായപ്പോൾ ഭൂമിദേവി എവിടെ വന്നു? ബ്രഹ്മദേവന്റെ സന്നിധിയിൽ വന്നു. എന്നിട്ട് ഒരു പശുവിന്റെ രൂപത്തിലാണ് ആര് വരുന്നത്? ഭൂമിദേവി വരുന്നത്. പശു ഗോമാതാവിന്റെ രൂപത്തിൽ ഭൂമിദേവി ബ്രഹ്മദേവന്റെ സന്നിധിയിലെത്തി. എന്നിട്ട് ദുഃഖത്തോടുകൂടി ഭഗവതി എന്ത് ചെയ്തു? കണ്ണീരോടുകൂടി ദുഃഖമുള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ച് വിവരിച്ചു ബ്രഹ്മദേവനോട്. ബ്രഹ്മദേവന്റെ സന്നിധിയിൽ ഗോമാതാവിന്റെ രൂപത്തിൽ വന്നിട്ട് ഭൂമിദേവി അസുരന്മാർ ചെയ്യുന്ന ദ്രോഹത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞിട്ട് ബ്രഹ്മദേവന്റെ ആ കാരുണ്യം വേണമെന്ന് ഭൂമിദേവി അപേക്ഷിക്കാൻ തുടങ്ങി. ഓക്കെ, ഇത് കേട്ടപ്പോൾ ബ്രഹ്മദേവന്റെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിച്ചു. അയ്യോ, ഭൂമിദേവിക്ക് ഇത്രയും സങ്കടം ഉണ്ടല്ലോ, അസുരന്മാർ ഇത്രയും ഉപദ്രവിക്കുന്നുണ്ടല്ലോ, വിഷമിക്കുന്നുണ്ടല്ലോ എന്നുള്ള സങ്കടം തോന്നാൻ തുടങ്ങി ബ്രഹ്മദേവന്. അപ്പൊ ഉടൻ തന്നെ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? പാലാഴി ലക്ഷ്യമാക്കിയിട്ട് പോവാണ്. പാലാഴിയിലേക്ക് ബ്രഹ്മദേവൻ പോയി. എന്നിട്ട് മഹാദേവനെ മുൻനിർത്തി മറ്റുള്ള ദേവന്മാരുടെ ഒപ്പം യാത്രയാവാണ്. മഹാദേവനെ വിളിച്ചു. എന്നിട്ട് മഹാദേവനെ മുൻപിൽ വെച്ചുകൊണ്ട് ബ്രഹ്മദേവൻ ബാക്കി ദേവന്മാരെയും കൂട്ടിക്കൊണ്ട് പാലാഴിയിലേക്ക് പോവാണ്.
അങ്ങനെ ഭൂമിദേവിയും അവരോടൊപ്പം പോവാണ്. എവിടേക്ക് പോകുന്നു? നമ്മുടെ വിഷ്ണു ഭഗവാനെ കാണാൻ വേണ്ടി പോവാണ്. അസുരന്മാര് ഭൂമിദേവിക്ക് ഉണ്ടാക്കുന്ന ആ ദുഃഖം കാരണം ഈ പരാതി പറയാൻ, ഈ വിഷമം പറയാൻ വേണ്ടി പോവാണ്. ഓക്കെ, അങ്ങനെ പാലാഴി കരയിൽ എത്തിയപ്പോ പണ്ട് വരാഹ രൂപം ധരിച്ചിട്ട് ഭൂമണ്ഡലത്തെ രക്ഷിച്ചെടുത്ത ഭഗവാൻ വിഷ്ണുവിനെ ബ്രഹ്മദേവൻ സ്തുതിക്കാൻ തുടങ്ങി. ക്ലിയർ? ഇതുവരെ മനസ്സിലായോ? ഈസി ആണോ ഞാനിങ്ങനെ പറഞ്ഞു തന്നിട്ട്? എനിക്ക് എങ്ങനെ ഭാഗവതം നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നറിയില്ല, പക്ഷെ എനിക്കൊരു നിർബന്ധമുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കുറച്ചെങ്കിലും ഇങ്ങനെ തങ്ങി നിൽക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ കുറേ ഇങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള വേ ആലോചിച്ചു, ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു സിമ്പിൾ വേ ഞാൻ നോക്കിയത്. ഇങ്ങനെ പറഞ്ഞു തന്നാൽ ഭാഗവതം മനസ്സിലാവുമോ നിങ്ങൾക്ക്? ഈസി ആണോ? എനിക്കിഷ്ടമല്ല കുറേ സാൻസ്ക്രിറ്റ് ശ്ലോകം, പിന്നെ അതിൻ്റെ ഓതൻറ്റിക് ആയിട്ടുള്ള മീനിങ്, അത് ഇത് ഇതൊന്നും എനിക്കിഷ്ടമല്ല. ഒരു കഥാരൂപത്തിൽ ഇങ്ങനെ കേട്ടിരുന്ന ഒരു രസമാണ് അത്. ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുന്നില്ലേ നമുക്ക്? ഓക്കെ ആണല്ലോ അല്ലേ? ഇതുപോലെ എടുത്താൽ മതിയോ ഭാഗവതത്തിൻ്റെ ക്ലാസ് ആണെങ്കിൽ പറയും. പിന്നെ കണക്ഷൻ കിട്ടണം നിങ്ങൾക്ക്. എനിക്ക് മെയിൻലി അതാണ്. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കണക്ഷൻ വിട്ടു പോകരുത്. സൂപ്പർ കണ്ണാ, പോയിട്ട് വരൂ, പ്രാർത്ഥിക്കണേ. കണക്ഷനും വേണം നിങ്ങൾക്ക്. എപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ സാധിക്കണം. ഇപ്പോൾ ബ്രഹ്മദേവൻ, ഭൂമിദേവി അവരെന്തിനു പോയി, എവിടെ ചെന്നു? പാലാഴിയിൽ പോയി, അവിടെ വിഷ്ണുവിനെ പ്രാർത്ഥിക്കാൻ ചെന്നു. അപ്പം മഹാദേവൻ എവിടെയായിരുന്നു? അങ്ങനെ കണക്ഷൻ കിട്ടിയിട്ട് വേണം മനസ്സിലാക്കാൻ. അതിന് വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായി. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇങ്ങനെ തന്നെ എടുത്തരാം. അങ്ങനെ ഇവരെല്ലാവരും കൂടെ എവിടെ പോവാണ്? പാലാഴി തീരത്തേക്ക് പോവാണ്. അങ്ങനെ പോയിട്ട് ഭഗവാൻ വിഷ്ണുവിനെ എന്ത് ചെയ്ത്, ഭൂമണ്ഡലത്തെ രക്ഷിച്ച ആ ഭഗവാൻ വിഷ്ണുവിനെ ഇവരെല്ലാവരും കൂടെ സ്തുതിക്കുകയാണ്. പാലാഴിക്കരയിൽ നിന്നുകൊണ്ട് ബ്രഹ്മദേവൻ സ്തുതിച്ചു. വൈദിക മന്ത്രങ്ങളാൽ പുരുഷ സൂക്തം എന്ന പേരിൽ ഒരു സവിശേഷമായ മന്ത്രമുണ്ട്. എല്ലാവർക്കും അറിയാലോ പുരുഷ സൂക്തം, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? അപ്പോൾ എന്താണ്? വൈദിക മന്ത്രങ്ങളില് പുരുഷ സൂക്തം എന്ന പേരിലുള്ള ഒരു സവിശേഷ ഒരു മന്ത്രമുണ്ട്. അപ്പോ പൊതുവില് ദേവന്മാര് പുരുഷ സൂക്തം ഉരുവിട്ടിട്ടാണ് പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന ഭഗവാൻ വിഷ്ണുവിനെ സ്തുതിക്കുന്നത്. ക്ലിയർ? ദേവന്മാരെല്ലാവരും പുരുഷ സൂക്തത്തിലൂടെയാണ് പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന നമ്മുടെ വിഷ്ണു ഭഗവാനെ സ്തുതിക്കുന്നത്. അങ്ങനെ അതാണ് അവരുടെ പതിവ്. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും ഒരു ലോകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരുപാട് ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്നല്ലേ. അപ്പൊ ഏതെങ്കിലും ഒരു ലോകത്ത് എന്തെങ്കിലും ഒരു അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ആ ലോകത്തിന്റെ അധിഷ്ഠാന ദേവത, ഓരോ ലോകത്തിനും ഓരോ അധിഷ്ഠാന ദേവതകളുണ്ട്. അപ്പൊ അതേപോലെ ഏതെങ്കിലും ഒരു ലോകത്തില് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ലോകത്തിലുള്ള അധിഷ്ഠാന ദേവതയ്ക്ക് പ്രപഞ്ചത്തിന്റെ, ഈ ലോകത്തിന്റെ സർവാധിപതിയായിരിക്കുന്ന ബ്രഹ്മദേവനെ നേരിട്ട് കാണാൻ അവകാശമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. പ്രപഞ്ചത്തിന്റെ സർവാധിപതിയായിരിക്കുന്ന ബ്രഹ്മദേവനെ നേരിട്ട് കാണാൻ ഏതെങ്കിലും ഒരു ലോകത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ലോകത്തിന്റെ അധിഷ്ഠാന ദേവതയ്ക്ക് ഈ ബ്രഹ്മദേവനെ നേരിട്ട് കാണാനുള്ള അധികാരമുണ്ട്. ഓക്കെ, അങ്ങനെ ഇരിക്കെ എന്നിട്ട് ബ്രഹ്മാവിനാണെങ്കിലോ ഭഗവാൻ വിഷ്ണുവിനെ സമീപിക്കാനും കഴിയും. അപ്പൊ അത് ആ ഒരു കണക്ഷൻ മനസ്സിലായില്ലേ? ഏത് ലോകത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ ലോകത്തിന്റെ ലീഡർ എന്ന് കരുതിക്കോളൂ, അധിഷ്ഠാന ദേവതയ്ക്ക് ബ്രഹ്മദേവനെ നേരിട്ട് ചെന്ന് കാണാനുള്ള പെർമിഷൻ ഉണ്ട്. ബ്രഹ്മദേവനാണെങ്കിലോ ഈ പ്രശ്നം നേരെ വിഷ്ണുവിന്റെ അടുത്ത് പറയാനുള്ള ഒരു വഴിയും കൂടെ ഉണ്ട്. അവർക്ക് അങ്ങനെ സമീപിക്കാനുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോ എന്തുണ്ടായി? എന്നിട്ട് പാലാഴിക്കരയിൽ നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തില് ശ്വേതദ്വീപ് എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. അങ്ങനെ ഒരു പാലാഴിക്കരയിൽ നിൽക്കുകയാണ് ഭൂമിദേവിയുടെ പ്രശ്നം പറയാൻ വേണ്ടി. ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തില് ശ്വേതദീപം എന്ന പേരിൽ ഒരു ലോകമുണ്ട്. എന്താണ് ശ്വേതദീപം? ശശിയുടെ ഷ. ഓക്കെ, ശ്വേതദീപം എന്നൊരു ലോകമുണ്ട്. ആ ലോകത്തിലാണ് എന്തുള്ളത്? പാലാഴി ഉള്ളത്. ശ്വേതദീപം എന്ന ലോകത്തിലാണ് പാലാഴി ഉള്ളത്. ഭൂമിയിൽ ഇപ്പോ നമുക്കറിയാം ഒരു കടലുണ്ട്, അത് മൊത്തം എന്താണ്? ഉപ്പാണ് അല്ലേ? നമ്മുടെ ഇവിടെയുള്ള നമ്മൾ കാണുന്ന ഈ കടലിൽ മൊത്തം ഉപ്പാണ്. അപ്പോൾ ആ സമുദ്രം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയുന്നത് പോലെ മറ്റു ലോകങ്ങളില് പല 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 തരത്തിലുള്ള സമുദ്രങ്ങൾ ഉണ്ടെന്ന് നമ്മൾ വേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. പല ലോകങ്ങളിലും പല തരത്തിലുള്ള സമുദ്രങ്ങളുണ്ട്. നമ്മുടെ ഭൂമിയിൽ ഉപ്പുള്ള സമുദ്രമാണെങ്കിൽ പല ലോകത്തിലും പല സമുദ്രങ്ങളും ഉണ്ട്.
ഒരു ലോകത്തിൽ ഏതെങ്കിലും ഒരു ലോകത്ത് നോക്കുകയാണെങ്കിൽ ആ ലോകത്ത് എണ്ണ മാത്രമുള്ള, ഇപ്പം നമ്മുടെ കടൽ പോലെ സമുദ്രം പോലെ എണ്ണ മാത്രമുള്ള കടലുണ്ട്. വേറെ എവിടെയോ ഒരു ലോകത്ത് മധ്യസാഗരം തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഒരു ലോകത്ത് പോവുകയാണെങ്കിൽ അങ്ങനെ പാല് അങ്ങനെ പല 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 തരത്തിലുള്ള കടലുകൾ പല പല ലോകത്തിലുണ്ട് എന്നാണ് പറയുന്നത്. പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന ക്ഷീരോദകശായി ആയിരിക്കുന്ന വിഷ്ണുവിനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ദേവന്മാർ ഉരുവിടുന്ന പ്രാർത്ഥനയാണ് എന്ത്? പുരുഷ സൂക്തം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ദേവന്മാരും ഉരുവിടുന്ന പ്രാർത്ഥനയാണ് ഭഗവാൻ വിഷ്ണുവിനെ സന്തോഷിപ്പിക്കാൻ ഉരുവിടുന്ന പ്രാർത്ഥനയാണ് പുരുഷ സൂക്തം. പാലാഴിയിൽ പള്ളി കൊള്ളുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ ക്ഷീരോദകശായിയായ വിഷ്ണു എന്ന് വിളിക്കുന്നത്. നമ്മൾ ആദ്യ ക്ലാസ്സിൽ വേദിക് കോസ്മോളജിയുടെ കുറച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണോദകശായിയായ വിഷ്ണു, ഗർഭോദകശായിയായ വിഷ്ണു, ക്ഷീരോദകശായിയായ വിഷ്ണു. ഓക്കെ, അപ്പോൾ ക്ഷീരം എന്ന് പറഞ്ഞാൽ പാല്. ഈ പാലിൽ പള്ളി കൊള്ളുന്നത് കൊണ്ടാണ് ഭഗവാനെ ക്ഷീരോദകശായിയായ വിഷ്ണു എന്ന് വിളിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അവതാരങ്ങൾക്ക് എല്ലാം ആധാരഭൂതമായിരിക്കുന്നത് ആരാണ്? സാക്ഷാൽ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ്. ഈ ലോകത്തിൽ അവതരിക്കുന്ന എല്ലാ അവതാരങ്ങൾക്കും കാരണം ആരാന്ന് ചോദിച്ചാൽ ഭഗവാനാണ്. ഇതുവരെ മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ ഭാഗവതം? അങ്ങനെ പുരുഷ സൂക്തം ജപിച്ചുകൊണ്ടുള്ള ദേവന്മാരുടെ പ്രാർത്ഥന മുഴുവൻ കഴിഞ്ഞിട്ടും ഒരു പ്രതികരണവും ഇല്ല ഭഗവാന്റെ അടുത്തുനിന്ന്. ഭഗവാൻ അനങ്ങുന്നേയില്ല, ഒരു പ്രതികരണവും ഇല്ല. ഇവർ കുറേ നേരമായിട്ട് പുരുഷ സൂക്തം ജപിക്കുകയാണ്, എന്നിട്ടും ഒരു പ്രതികരണവും ഉണ്ടായില്ല, ഭഗവാൻ വന്നില്ല. അപ്പോൾ ബ്രഹ്മദേവൻ പോയിട്ട് എന്ത് ചെയ്ത്? സ്വയം ധ്യാനത്തിലിരിക്കാൻ തുടങ്ങി. തുടർന്ന് ബ്രഹ്മദേവൻ അങ്ങനെ ധ്യാനത്തിലിരുന്നപ്പം ബ്രഹ്മദേവന് ഒരു ഇത് കിട്ടി, സന്ദേശം കിട്ടി. ഭഗവാനിൽ നിന്ന് ഒരു ദിവ്യ സന്ദേശം ഭഗവാനിൽ നിന്ന് നേരിട്ട് കിട്ടി. ഒരു അരുളപ്പാടെന്ന് വേണമെങ്കിൽ പറയാം. ആ അരുളപ്പാട് ബ്രഹ്മദേവൻ എന്ത് ചെയ്ത്? മറ്റു ദേവന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അതായത് ബ്രഹ്മദേവനോട് വിഷ്ണു ഭഗവാൻ എങ്ങനെയാണെന്നറിയോ കണക്റ്റ് ആവുന്ന? ഹൃദയം കൊണ്ടാണ്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് ഇവർ മെസ്സേജ് പാസ് ചെയ്യുന്നത്. അങ്ങനെ എന്തായി? അഥവാ ഹൃദയം എന്ന ഒരു മാധ്യമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹൃദയം എന്ന മാധ്യമത്തിലൂടെയാണ് ബ്രഹ്മദേവനും വിഷ്ണു ഭഗവാനും തമ്മിൽ സംസാരിക്കുന്നത്. അങ്ങനെ ശ്രീമദ് ഭാഗവതത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് പോലെ തേനേ ബ്രഹ്മ ഹൃദ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാല് വേദങ്ങളിലെ അതീന്ദ്രിയ ജ്ഞാനം ബ്രഹ്മാവിലേക്ക് ഭഗവാൻ പകർന്നു കൊടുക്കുന്നത് ഹൃദയത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവത്തിലെ തേനേ ബ്രഹ്മഹൃദ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? വേദങ്ങളിലെ അതീന്ദ്രിയ ജ്ഞാനം, വേദം, ഭഗവാൻ വേദം പിടിച്ചല്ലേ ഇരിക്കുന്നത് ബ്രഹ്മദേവൻ. അപ്പൊ ആ വേദത്തിലുള്ള അതീന്ദ്രിയമായിരിക്കുന്ന അറിവ് ഭഗവാൻ ബ്രഹ്മദേവന് പകർന്നു കൊടുക്കുന്നത് ഹൃദയത്തിലൂടെയാണ്. അതാണ് തേനേ ബ്രഹ്മ ഹൃദ എന്ന് പറയുന്നത്. ഇത് മനസ്സിലായല്ലോ? ഇവിടെയും അതുപോലെ തന്നെ ബ്രഹ്മാവിന് മാത്രമേ ഭഗവാൻ വിഷ്ണുവിന്റെ സന്ദേശം മനസ്സിലാക്കാൻ കഴിയൂ. ബ്രഹ്മദേവന് മാത്രമാണ് ഭഗവാൻ വിഷ്ണുവിന്റെ സന്ദേശം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കാര്യങ്ങൾ ഉടനെ ഒന്ന് വേഗം ശരിയാവാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ബ്രഹ്മദേവൻ ഈ കാര്യങ്ങളെല്ലാം മറ്റ് ദേവന്മാരോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്തായിരുന്നു ഈ സന്ദേശം എന്ന് ചോദിച്ചാല്, പരമാത്മാവ് തൻ്റെ പരമമായ ശക്തികളോടുകൂടി പരമാത്മാവ് തൻ്റെ പരമമായിരിക്കുന്ന എല്ലാ ശക്തികളോടും കൂടി ഉടൻ തന്നെ ഭൂമിയിൽ അവതരിക്കുന്നതാണ്. ഇതായിരുന്നു സന്ദേശം. ഓക്കെ, ഇതാണ് സന്ദേശം. എന്താണ്? എല്ലാ ശക്തികളോടും കൂടി പരമാത്മാവ് ഉടൻ തന്നെ ഭൂമിയിൽ അവതരിക്കുന്നതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോ അസുരന്മാരുടെ സർവനാശം വരുത്തിക്കൊണ്ട് ഭഗവത് ഭക്തന്മാരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ള ആ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി, അസുരന്മാരുടെ സർവനാശത്തിനായിട്ടും ഭഗവത് ഭക്തന്മാരെ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് എന്താണ്? അദ്ദേഹം ഭൂമിയിൽ സന്നിധാനം കൊള്ളുന്നിടത്തോളം കാലം ഭഗവാൻ അവതരിച്ച് ഭഗവാൻ ഭൂമിയിലുള്ള കാലം വരെ ദേവന്മാർ ഒന്നടങ്കം ഭഗവാനെ പിന്തുണയ്ക്കാൻ ഭൂമിയിൽ ഉണ്ടായിരിക്കണം എന്നാ പറയുന്നത്. മനസ്സിലായി വിക്ടറെ? അതുകൊണ്ടാണ് നിന്റെ
മുസ്ലിംസിന്റെ തൊപ്പിയൊക്കെ കണ്ടപ്പോൾ ഞാൻ അസ്ലാം വലൈക്കും പറഞ്ഞത്. ഇന്ന് ഞാൻ വിക്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആരോടാന്നറിയോ? നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലുണ്ടായ അജിത്തിനോട്. അവനിപ്പം ലോക്കോ പൈലറ്റാണ് പാലക്കാട് ഡിവിഷനിൽ. ഇന്ന് എന്നോട് ചോദിച്ചതേ ഉള്ളൂ ആരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട് എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഈ മഹി, ഫാസി, വിക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതെൻ്റെ കോളേജിലെ സീനിയർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഭഗവാൻ ഈ ലോകത്തിൽ ഉള്ള കാലം വരെ എന്താണ്, ഭഗവാൻ ഈ ലോകത്തിലുള്ള കാലം വരെ ഭക്തരുടെ സംരക്ഷണത്തിനായിട്ട് മറ്റു ദേവന്മാരും എന്തായിരിക്കും ഈ ഭൂമിയിൽ ഉണ്ടാവുന്ന പറയുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഉടൻ തന്നെ യദുകുലത്തിൽ പിറവിയെടുക്കണം. ഭഗവാന്റെ സന്ദേശമാണ് കേട്ടോ ഇത്. ബ്രഹ്മദേവന് പറഞ്ഞു കൊടുത്തിട്ട് ബ്രഹ്മദേവൻ അത് മറ്റു ദേവന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാൻ ഉടൻ തന്നെ അസുരന്മാരെ നിഗ്രഹിക്കാനായിട്ടും ഭഗവാന്റെ ഭക്തരെ സംരക്ഷിക്കാനായിട്ടും യദുകുലത്തിൽ, യദുവംശത്തിൽ ഭഗവാൻ എന്തു ചെയ്യും? ഉടൻ തന്നെ ഇവിടെ വരുന്നതായിരിക്കും, ഇവിടേക്ക് അവതാരം എടുക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ അവതാരം എടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാ ദേവന്മാരും, ബ്രഹ്മദേവന്റെ കൂടെ കുറെ ദേവന്മാരുണ്ടല്ലോ, എല്ലാ ദേവന്മാരും എന്ത് ചെയ്യണം? ഭഗവാന്റെ കൂടെ ഉണ്ടാവണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാര് പറഞ്ഞു കൊടുക്കുന്നു? ബ്രഹ്മദേവൻ മറ്റു ദേവന്മാരോട് പറയാണ്. അങ്ങനെ താമസിയാതെ തന്നെ ഭഗവാനും അതേ കുലത്തിൽ, അതേ യദുകുലത്തിൽ ഭഗവാനും അവതരിക്കുന്നതാണ്. ഇതാണ് ഭഗവാന്റെ സന്ദേശം എന്ന് നമ്മുടെ ബ്രഹ്മദേവൻ പറഞ്ഞു. ആരോട്? മറ്റു ദേവന്മാരോട്. കാരണം അവരുടെ ആവശ്യവും അതാണ്, ഭഗവാൻ വരിക, ഈ അസുരന്മാരെ എല്ലാം നശിപ്പിക്കുക, ഭഗവത് ഭക്തരുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ വസുദേവന്റെ പുത്രനായിട്ട് ആരാണ്? ഭഗവാൻ അവതാരം ചെയ്യുകയാണ്. ഇത്രയും മനസ്സിലായോ? വസുദേവരുടെ മകനായിട്ട് ഭഗവാൻ അവതാരം ചെയ്തു. അതിനു മുമ്പ് തന്നെ ഭഗവാന്റെ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരെല്ലാവരും എന്താ ചെയ്തത്? അവരവരുടെ ഭാര്യമാരും ഒത്ത് ഭൂമിയിൽ സജ്ജനങ്ങളുടെ കുടുംബത്തിൽ പിറവിയെടുത്തു. അതും കൂടി നമ്മൾ ഓർക്കുക. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന സജ്ജനങ്ങൾ എല്ലാവരുടെ കുടുംബത്തിലും ഈ ദേവന്മാര് അവരവരുടെ ഭാര്യമാരോട് കൂടി ചേർന്നിട്ടാണ് ജന്മമെടുക്കുന്നത്, പിറവിയെടുക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ എന്താണ് ഇവിടെ ഈ തത്പ്രിയാർത്ഥം എന്നൊരു വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായ പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്പ്രിയാർത്ഥം, ഭഗവാന്റെ ആ ഒരു തീരുമാനത്തിനനുസരിച്ച് കൊണ്ടാണ് ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്, സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവഗണങ്ങൾ ഭൂമിയിൽ ജന്മമെടുക്കണമെന്നർത്ഥം. ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ദേവഗണങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ഭൂമിയിൽ ജന്മമെടുക്കുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഏതൊരു ജീവാത്മാവും ഒരു ദേവനാണെന്നർത്ഥം. ഭഗവാന്റെ സന്തോഷം നോക്കിക്കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കാനും ഭഗവാനെ പ്രീതിപ്പെടുത്താനും വേണ്ടി മാത്രം ആരാണോ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അവർ ഒരു ദേവനെ പോലെയായി മാറുന്ന പറയല്ലേ, അവനൊരു ദേവനാണെന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നത്, നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കണം. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നടത്തിയെടുക്കുക എന്നുള്ളതിലുപരി ഭഗവാന്റെ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന മനോഭാവത്തോടെ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നത് ആരായാലും ശരി അവരൊരു ദേവനാണെന്നാണ് അർത്ഥം. എന്നിട്ടോ പ്രപഞ്ചത്തിലെ വിവിധ ലോകങ്ങളെ തൻ്റെ എണ്ണമറ്റ ഫണങ്ങൾ വിടർത്തി താങ്ങി നിർത്തുന്നത്, പ്രപഞ്ചത്തിലെ എല്ലാ ലോകങ്ങളെയും എന്താണ്? എണ്ണമറ്റ ഫണങ്ങൾ, ഒരുപാട് ഫണങ്ങൾ വിടർത്തിക്കൊണ്ട് താങ്ങി നിർത്തുന്നവനും ഭഗവാന്റെ പൂർണ്ണാംശമായ അനന്തനാണ്. അല്ലെ, അനന്തനാണ് ഈ ലോകത്തെ മുഴുവൻ എണ്ണമറ്റ ഫണങ്ങൾക്ക് മുകളിൽ താങ്ങി നിർത്തുന്നത്. തിരു അവതാരത്തിന് മുൻപ് തന്നെ, അതായത് ഭഗവാന്റെ ആ അവതാരത്തിന് മുൻപ് തന്നെ ഭൂമിയിൽ അവതരിക്കുമെന്നും ദേവന്മാർക്ക് അറിയിപ്പുണ്ടായിട്ടുണ്ട്. അപ്പൊ ദേവന്മാര് ഭഗവാന്റെ അവതാരത്തിന് മുമ്പേ തന്നെ ഭൂമിയിൽ അവതരിക്കുന്നുണ്ട്. അത് മാത്രല്ല, ബദ്ധാത്മാക്കളെ മുഴുവൻ മോഹവലയത്തിൽപ്പെടുത്തുന്ന മായയും, ബദ്ധാത്മാക്കളെ മുഴുവൻ മോഹവലയത്തിൽപ്പെടുത്തുന്ന മായയും, അതായത് ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭാഗ്യശക്തിയും അതുപോലെ ഭഗവത് താല്പര്യം പൂർത്തിയാക്കുന്നതിലേക്കായി ഭൂമിയിൽ അവതരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ദേവന്മാരെല്ലാം ഭഗവാൻ വരുന്നതിനേക്കാൾ മുമ്പേ തന്നെ വരുന്നുണ്ട്. ഒപ്പം തന്നെ മായയും വരുന്നുണ്ട്.
മനസ്സിലായില്ലേ? ഭഗവാന്റെ അന്തർശക്തിയാണ് ശ്രീമതി രാധാറാണിയെങ്കിൽ ഭഗവാന്റെ ബാഹ്യശക്തിയാണ് മായ. അപ്പൊ ഇതെല്ലാം ഭൂമിയിലുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. അങ്ങനെ ഇതെല്ലാം ഭഗവാനാണ് തീരുമാനിക്കുന്നതും ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യിക്കുന്നതും. ബാഹ്യശക്തിയായിരിക്കുന്ന മായയും ദേവന്മാരും എല്ലാം ഭഗവാൻ തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഈ വാക്കുകളെല്ലാം ബ്രഹ്മദേവൻ പറഞ്ഞു കേട്ടപ്പോൾ ദേവന്മാർക്കൊപ്പം തന്നെ ഭൂമിദേവിക്കും സമാധാനമായി. ഭൂമിദേവി എന്ത് കരുതി? ഈ അസുരന്മാരുടെ ദുരിതത്തിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കാനുള്ള സമയമായി, ഭഗവാൻ ഒരു തീരുമാനമെടുക്കാൻ പോകുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി പ്രജാപതികളുടെ എല്ലാം പിതാവായിരിക്കുന്ന ബ്രഹ്മദേവൻ ഭൗതിക ലോകങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നത സ്ഥാനമായിരിക്കുന്ന ബ്രഹ്മലോകം, ഭൗതിക ലോകങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഉന്നതമായിരിക്കുന്ന ലോകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മലോകമാണ്. അത് മറന്നു പോകരുതേ, അത് ഓർത്തു വെക്കുക. ഭൗതിക ലോകങ്ങളിൽ വെച്ചെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭൗതിക ലോകങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഉന്നത സ്ഥാനമായിരിക്കുന്ന ബ്രഹ്മലോകം എന്ന് പറയുന്ന സ്വന്തം ധാമത്തിലേക്ക് ആര് മടങ്ങിപ്പോകുന്നു? ബ്രഹ്മദേവൻ മടങ്ങിപ്പോകണം. കാരണം ഈ പ്രശ്നത്തിനൊരു പരിഹാരമായിട്ടുണ്ട്. അങ്ങനെ യദുവംശാധിപനായിരിക്കുന്ന ശൂരസേന രാജാവാണ് അന്ന് മധുരയും സുരസേന എന്ന ഭൂഭാഗവും ഭരിച്ചിരുന്നത്. ഓർത്തു വെക്കുക, യദുവംശത്തിലുണ്ടായിരുന്ന ശൂരസേന എന്ന രാജാവാണ് മധുരയും സുരസേനം എന്ന ഭൂമിയുടെ ഒരു ഭാഗവും ഭരിച്ചിരുന്നത്. മറന്നു പോവരുത്, ഓർത്തു വെക്കുക. ശൂരസേന രാജാവാണ് മധുര ഭരിച്ചിരുന്നത്. ഓക്കെ. അങ്ങനെ ശൂരസേനന്റെ ഭരണം കൊണ്ട് യദുകുല രാജാക്കന്മാരെല്ലാവരുടെയും തലസ്ഥാന നഗരം എവിടെയായി മാറി? നമ്മുടെ മധുരയായി മാറി. എല്ലാം ഈ ശൂരസേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വല്ലാത്തൊരു സ്ഥാനം. അയാള് മുന്നോട്ട് പറഞ്ഞുതരാം. അന്നേരം ഈ എന്താ പറയാ, ശൂരസേന രാജാവിൻ്റെ ആ ഒരു ഭരണം കൊണ്ട് എന്താ ഉണ്ടാവുന്നത്? എല്ലാ ആൾക്കാരുടെ ആ ഒരു തലസ്ഥാന നഗരം എന്ന് പറഞ്ഞാൽ മധുരയായി. കംപ്ലീറ്റും അവിടെ മധുരയാണ് തലസ്ഥാനം. അങ്ങനെ ഇരിക്കെ ദ്വാരക എന്നതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണന്റെ നിത്യ സാന്നിധ്യമുള്ള സ്ഥലമാണ് മധുര. അതറിയാലോ. അപ്പോൾ മധുര എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണന്റെ ഭയങ്കര ഒരു നിത്യ സാന്നിധ്യമാണ് അവിടെ. എന്നിട്ട് എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ ഈശ്വര ഭക്തിയുള്ള യദുവംശർക്കറിയാം അത് എന്താണ് ഭഗവാൻ കൃഷ്ണന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ് മധുര എന്ന് യദുവംശത്തിലുള്ളവർക്ക് അറിയുന്നത് കൊണ്ടാണ് മധുര തലസ്ഥാനമാക്കാൻ ഇനി ഒരു കാരണമാവുന്നത്. ഓക്കെ. അങ്ങനെ ഒരിക്കൽ ശൂരസേനന്റെ മകനായിരിക്കുന്ന വസുദേവർ, ശ്രദ്ധിച്ച് കേൾക്കുക, അതാ ഞാൻ പറയുന്നത്, ചില ഓത്തന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കഥകളിലൂടെ വിട്ടുപോയിട്ടുണ്ട്. അതിപ്പം ഞാൻ കണക്ട് ചെയ്ത് തരാം നിങ്ങൾക്ക്. അങ്ങനെ ഒരിക്കൽ ശൂരസേനന്റെ മകനായിരിക്കുന്ന വസുദേവർ ദേവകിയെ വിവാഹം കഴിച്ചു. ഈ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അങ്ങനെ ദേവകി മാതാവിനെ വിവാഹം കഴിച്ചിട്ട് ആ ദേവകി മാതാവുമായിട്ട് രഥത്തിൽ സ്വന്തം വീട്ടിലേക്ക് പോവാണ്. സ്വന്തം ഗൃഹത്തിലേക്ക് പോണ വഴിക്ക് ദേവകിയുടെ അച്ഛനായിരിക്കുന്ന ദേവകിയുടെ ശൂരസേനന്റെ മകനാണ് ആര്? വസുദേവർ ആരെ വിവാഹം ചെയ്യുന്നത്? ദേവകി മാതാവിനെ. അങ്ങനെ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ട് നമ്മുടെ ഇദ്ദേഹത്തിന്റെ വസുദേവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ദേവകിയുടെ അച്ഛനായിരിക്കുന്ന ദേവകൻ മകളോടുള്ള അമിതമായ വാത്സല്യം കൊണ്ട് എന്താ ചെയ്തത്? ഒരുപാട് സ്ത്രീധനം നൽകിയിട്ടുണ്ട്. ഇഷ്ടം പോലെ സ്ത്രീധനം നൽകിയിട്ടുണ്ട്. പൂർണ്ണമായും സ്വർണം കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് സ്ത്രീധനമായിട്ട് കൊടുക്കുന്നത്. സ്വർണം കൊണ്ടുണ്ടാക്കിയ 100 കണക്കിന് രഥങ്ങളെല്ലാം അദ്ദേഹം നൽകി. അതുപോലെ സഹോദരിയായ ദേവകിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉഗ്രസേനന്റെ മകനായിരിക്കുന്ന കംസൻ തന്നെയാണ് തേരും തളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കംസൻ തേര് കളിക്കുന്നു. വൈദിക സമ്പ്രദായം അനുസരിച്ചിട്ട് വിവാഹം കഴിഞ്ഞാല് സഹോദരിയെയും ഭർത്താവിനെയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടാക്കേണ്ടത് സഹോദരനാണ്, വൈദിക സംസ്കാര പ്രകാരം. അങ്ങനെ നവവധുവിന് സ്വന്തം വീട് വിട്ടു പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. പെട്ടെന്ന് വീട് വിട്ട്, ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ല, പക്ഷെ അന്നത്തെ കാലത്ത് അവർക്കത് ഭയങ്കര സങ്കടമായിരുന്നു. ആ സങ്കടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭർത്താവിന്റെ വീട് വരെ ആര് പോകുന്നത്? നമ്മുടെ സഹോദരൻ പോകുന്നത്. അങ്ങനെ ദേവകൻ നൽകിയ ആ പൂർണ്ണ എന്താ പറയാ സ്ത്രീധനം എന്തൊക്കെയായിരുന്നു എന്നറിയാമോ? സ്വർണമാല്യങ്ങൾ കൊണ്ട് പൂർണ്ണമായിട്ട്, അതായത് സ്വർണത്തിന്റെ മാല കൊണ്ട് പൂർണ്ണമായി അലങ്കരിച്ച 400 ആനകള്, സർവാലങ്കൃതമായിരിക്കുന്ന 15,000 കുതിരകൾ, എല്ലാം സ്വർണം കൊണ്ടാണ് മൂടിയിരിക്കുന്നത്, 1800 രഥങ്ങള്, കൂടാതെ മകളോടൊത്തു പോകാൻ, അതായത് ദേവകിയുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് 200 സുന്ദരികൾ, ക്ഷത്രിയ വിവാഹത്തിന് വധുവിനോടൊപ്പം പോകാൻ അവളുടെ ഏതാനും തോഴിമാര്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ്, കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ദേവകി മാതാവ് പോകുന്നത്. അങ്ങനെ രാജ്ഞിയുടെ കൂടെ പോകുന്ന ഈ പരിചാരകര്
എന്താ പറയുക, ഇവർ ഇപ്പോഴും എന്താ പറയുക അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. പരിചാരകർ പോവാന്നുള്ള സമ്പ്രദായമൊക്കെ ഉണ്ട്. അങ്ങനെ സർവൻസ് പോകുന്ന നോർത്തിലൊക്കെ ഏതെങ്കിലുമൊക്കെ സമുദായത്തിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാവും. എങ്കിലും അവർ തോഴിമാരാണ്. രാജ്ഞിയുടെ കൂടെയാണ് പോകുന്നെങ്കിൽ കൂടിയും അവരുടെ തോഴിമാരാണ്. അങ്ങനെ ഈ കൃഷ്ണാവതാര കാലം മുതൽ തന്നെ ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില സംസ്ഥാനങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വസുദേവർ നമ്മുടെ വധുവിനോടൊപ്പം, ദേവകി മാതാവിനോടൊപ്പം 200 യുവ സുന്ദരികളെയും തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവാണ്. അച്ഛൻ കൊടുത്തുവിട്ട 200 സുന്ദരികളായിട്ട് പോവാണ്. അങ്ങനെ വധൂവരന്മാരുടെ ഘോഷയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരം ഘോഷയാത്രയാണ്. അതിൻ്റെ ഇടയിൽ വാദ്യമേളങ്ങളെല്ലാം മുഴങ്ങുന്നു, ശംഖനാദമുണ്ട്, കാഹളമുണ്ട്, ഭേരീരവമുണ്ട്, മദ്ദളധ്വനിയുണ്ട്. ആകെ കൂടി നല്ലൊരു സംഗീതമേളയായിട്ടാണ് ഈ വിവാഹ ചടങ്ങ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഘോഷയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഘോഷയാത്ര. അതിങ്ങനെ മെല്ലെ 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 ഇങ്ങനെ നീങ്ങി പോവാണ്. പെട്ടെന്നാണ്, കംസനാണ് കേട്ടോ സാരഥി, കംസൻ സാരഥിയായത്. അപ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു ആകാശത്ത് നിന്ന്, ഒരു അശരീരി കേട്ടു. അത് കംസനോടാണ് ആ അശരീരി. എന്താന്ന് വെച്ചാൽ, കംസ നീ ഒരു പമ്പര വെഡ്ഡിയാണ് കംസ. നീ സ്വന്തം സഹോദരിയുടെയും സഹോദരി ഭർത്താവിന്റെയും തേരാണ് നീ തളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സഹോദരിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കുമെന്ന കാര്യം നീ അറിയുന്നില്ല. ഇത് കേട്ടതും കംസൻ ഒന്ന് ഞെട്ടി. സഹോദരിയുടെയും സഹോദരി ഭർത്താവിന്റെയും തേര് നീ തളിക്കുന്നു, പക്ഷെ ഈ സഹോദരിയുടെ 8ാമത്തെ പുത്രൻ നിന്റെ അന്തകനാണെന്ന കാര്യം നീ അറിയുന്നില്ല എന്നൊരു വാക്ക്. ആ ഭോജവംശത്തിലെ ഉഗ്രസേനന്റെ മകനാണ് ആര്? കംസൻ. ഭോജവംശത്തിലെ ഏറ്റവും നിഷ്ഠൂരനായിരിക്കുന്ന അസുര രാജാവാണ് ആര്? കംസൻ. വല്ലാത്തൊരു ക്യാരക്ടറാണ്, അറിയാലോ എല്ലാവർക്കും. ഇത് കേട്ടതും കംസൻ എന്താ ചെയ്തത്? ദേവകി മാതാവിൻ്റെ തലമുടിക്ക് ഇങ്ങോട്ട് ചുറ്റി പിടിച്ചെടുത്തു. എന്നിട്ടോ വാളങ്ങോട്ട് ഉയർത്തി ദേവകിയെ വെട്ടാൻ വേണ്ടിയിട്ട്. കംസന്റെ പെരുമാറ്റത്തിൽ വസുദേവർ ഒരു നിമിഷം പേടിച്ചുപോയി. ഭാര്യയല്ലേ, നവവധുവല്ലേ, അതും സഹോദരൻ വാളെടുത്ത് വെട്ടാൻ നിൽക്കുന്നു. നാണം കെട്ട ഈ നിഷ്ഠൂരനായിരിക്കുന്ന ഭാര്യയുടെ സഹോദരനെ സമാധാനിപ്പിക്കാൻ വേണ്ടി മഹത്തായ കാരണങ്ങളും പ്രമാണങ്ങളും എല്ലാം പറയാണ് ആര്? നമ്മുടെ വസുദേവര്. പ്രിയപ്പെട്ട കംസ, ഭോജവംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ രാജാവാണങ്ങ്. ഏറ്റവും വലിയ യുദ്ധവീരനാണങ്ങ്. ശൂരപരാക്രമിയായിരിക്കുന്ന രാജാവാണ് അങ്ങെന്ന് ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ഒരു സ്ത്രീയെ, അതും സ്വന്തം സഹോദരിയെ, അവളുടെ വിവാഹ ദിനത്തിൽ, ഈ മംഗളമുഹൂർത്തത്തിൽ വധിക്കാൻ തക്ക വിധത്തിൽ അങ്ങ് രോഷം കൊണ്ട് കലി തുള്ളുന്നത് എന്തിനാണ്? അങ്ങ് എന്തിനാണ് മരണത്തെ ഇത്രേ ഭയപ്പെടുന്നത്? സ്വന്തം പിറവിയോടൊപ്പം തന്നെ നിങ്ങളുടെ മരണവും പിറന്നു കഴിഞ്ഞിരിക്കുന്നു. ജനിച്ച അതേ ദിവസം തന്നെ നിങ്ങൾ മരിക്കാനും തുടങ്ങി. നിങ്ങൾക്ക് 25 വയസ്സായി എന്ന് വെക്കൂ. നിങ്ങൾ 25 വർഷം മരിച്ചു കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓരോ നിമിഷവും നിങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറന്ന നിങ്ങൾ എന്തിനു മരണത്തെ പേടിക്കുന്നു? മരണം അനിവാര്യമാണ്. ഇന്നോ അല്ലെങ്കിൽ ഒരു 100 കൊല്ലം കഴിഞ്ഞോ ആയിരിക്കാം നിങ്ങൾ മരിക്കുന്നത്. എന്നാൽ മരണത്തെ ഒഴിവാക്കാൻ നിനക്കാവില്ല. പിന്നെ എന്തിന് ഇത്രയധികം പേടിക്കുന്നു? വാസ്തവത്തിൽ മരണം എന്നാൽ വർത്തമാന പ്രസ്തുത ശരീരത്തിൻ്റെ നാശമാണെന്നേ അർത്ഥമുള്ളൂ. മരണമെന്നാൽ ഇപ്പോഴുള്ള ശരീരത്തിൻ്റെ നാശമാണെന്നുള്ളതാണ് അർത്ഥം. ഈ വർത്തമാന ശരീരം പ്രവർത്തനക്ഷമമല്ലാതായി ഭൗതിക പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളുമായി കൂടിച്ചേരുന്ന നിമിഷത്തിൽ ശരീരത്തിനുള്ളിലിരിക്കുന്ന ജീവാത്മാവ് മറ്റൊരു ശരീരം കൈക്കൊള്ളുന്നതാണ്. ആ ശരീരം ജീവാത്മാവിൻ്റെ വർത്തമാന കർമ്മങ്ങളെ അനുസരിച്ചുള്ളതായിരിക്കും. ഈ ശരീരം ഇപ്പോ മരിച്ചാൽ പഞ്ചഭൂതങ്ങളിൽ ലയിക്കുമ്പോൾ ഇതിനുള്ളിലിരിക്കുന്ന ജീവാത്മാവ് മറ്റൊരു ശരീരം സ്വീകരിക്കും. അപ്പൊ ഇത്ര നാളും ഈ ശരീരത്തിനുള്ളിലിരുന്നു കൊണ്ട് ഈ ജീവാത്മാവ് ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഈ ശരീരം എന്തെല്ലാം തെറ്റുകൾ ചെയ്തോ, എന്തെല്ലാം നന്മകൾ ചെയ്തോ അതിനനുസരിച്ചായിരിക്കും ഈ ജീവാത്മാവ് അടുത്ത ശരീരം സ്വീകരിക്കുന്നത്. തെരുവിലൂടെ നടക്കുന്ന ഒരാള് ഒരു കാൽ മുന്നോട്ട് നീട്ടി ചവിട്ടി
ആ കാൽ ഫലമുള്ളതാണെന്ന് തറയിൽ ഉറപ്പുവരുത്തി ബോധ്യപ്പെട്ടതിന് ശേഷം അടുത്ത കാൽ ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്നിനു പിറകെ ഒന്നായി ശരീരം ആത്മാവും മറ്റൊന്നിലേക്കും ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടേയിരിക്കും. ഇലപ്പുഴുക്കൾ ഒരു ചില്ലയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നത് പോലെ അടുത്ത ശരീരം ഏതാണ് എന്ന് അധികാരപ്പെട്ടവർ തീരുമാനമെടുക്കുമ്പോൾ ജീവാത്മാവ് അതിൻ്റെ ശരീരം മാറുന്നു. അതായത് നമ്മുടെ ഈ ശരീരത്തിനുള്ള കർമ്മങ്ങൾ കഴിഞ്ഞാൽ അധികാരപ്പെട്ടവർ എന്തു ചെയ്യും? നമ്മൾ അടുത്തത് ഏത് ശരീരമാണ് സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിലാവും, എന്ന് തീരുമാനിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് എന്ത് ചെയ്യും? ഈ ശരീരം വിടും. ഓക്കെ. ജീവാത്മാവ് ഭൗതിക ലോകത്ത് ബദ്ധമായിരിക്കുന്നിടത്തോളം കാലം ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ ശരീരം മാറ്റിക്കൊണ്ടേയിരിക്കും. ഈ ആത്മാവ് ഈ ലോകത്തിലിരിക്കുന്ന കാലം വരെ ശരീരം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഈ ജീവിതത്തിലെ തൻ്റെ കർമ്മങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുസരിച്ച് പ്രകൃതി നിയമങ്ങൾ അവൻ്റെ അടുത്ത ശരീരം ഏതാണെന്ന് തീരുമാനിക്കും. നമ്മൾ ഈ ശരീരത്തിലിരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ അടുത്ത ശരീരം ഏതാണെന്ന് പ്രകൃതി നിയമങ്ങൾ തീരുമാനിക്കുന്നത്. നാം സ്വപ്നത്തിൽ കാണുന്ന ശരീരങ്ങൾക്ക് സമാനമാണ് വാസ്തവത്തിൽ ഈ ശരീരം. നിലനിൽപ്പില്ല, ഒരു ദിവസം പോകും. മനസ്സിന്റെ സർഗശക്തിക്കനുസരണമായി അനേകം സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്, അല്ലേ? മനസ്സിലെ കുറേ ചിന്തകൾക്കനുസരിച്ചാണ് നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നത്. നാം സ്വർണത്തെ കണ്ടിട്ടുണ്ട്, അല്ലേ? നമ്മൾ സ്വർണം കണ്ടിട്ടുണ്ട്, അതുപോലെ പർവ്വതങ്ങൾ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഓരോരോ സ്വപ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ചിലപ്പോൾ ആകാശത്ത് പറക്കുന്ന ഒരു ശരീരം നമുക്കുള്ളത് പോലെ നമുക്ക് തോന്നും. അങ്ങനെ ആ സമയത്ത് നമ്മുടെ ഈ ഒരു നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുന്നത്. പക്ഷെ നമ്മുടെ ഈ ശരീരം നമ്മൾ തീർത്തും മറന്നുപോകും. നമ്മൾ ഉറങ്ങിക്കിടക്കാണ്, ഡീപ്പ് സ്ലീപ്പിലാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അപ്പോൾ ഈ ഒരു ശരീരം ഈ ലോകത്തുണ്ടെന്നേ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ സ്വപ്നത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ഈ ശരീരങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഇങ്ങനെ ഈ ശരീരത്തിലിരിക്കുന്നു, നാളെ ഈ ശരീരം കഴിഞ്ഞ് മറ്റൊരു ശരീരം എടുക്കുന്നു, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണം. ഒരു നിർദ്ദിഷ്ട ശരീരം നിനക്കുള്ളപ്പോൾ നീ എന്തിനിങ്ങനെ വിഷമിക്കുന്നു? നീ എന്തിനിങ്ങനെ പേടിക്കുന്നു? നീ എന്തിനാണ് മറ്റു കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നത്? സ്വപ്നത്തിൽ ഒരുപാട് ശരീരം നമുക്ക് ഉണ്ടാവും, അല്ലേ? എന്ന് കരുതി നമ്മളെല്ലാം അതാണോ? അല്ല. വാസ്തവത്തിൽ ഈ ഭൗതിക ശരീരങ്ങളുടെ എല്ലാം മനസ്സിനനുസരിച്ച് സൃഷ്ടികളാണ്. നമ്മൾ എന്താണോ മനസ്സിൽ സൃഷ്ടിക്കുന്നത് അതുപോലെയൊക്കെയാണ് ഈ ലോകത്ത് നമ്മളെന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം വേറെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണത്തിന് കീഴ്പ്പെടും. എന്നിട്ട് നമ്മൾ വേറെ ശരീരം സ്വീകരിക്കണം. പിന്നെ എന്തിനാണ് മരണത്തെ പേടിക്കുന്നത്? ഇതൊക്കെ വസുദേവർ ചോദിക്കുകയാണ്. ആരോട്? കംസനോട് ചോദിക്കുകയാണ്. അപ്പോ നീ അങ്ങനെ മരണത്തെ പേടിക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയും ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒരു അജ്ഞത നീ ഒഴിവാക്കൂ എന്ന് പറഞ്ഞു. മനസ്സ് എപ്പോഴും ചഞ്ചലമാണ്, അല്ലെ? നമ്മുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. മനസ്സ് ചിലപ്പോൾ ചിലതിനൊക്കെ സ്വീകരിക്കും, അടുത്ത നിമിഷം തന്നെ അത് വേണ്ടാന്ന് പറയും. ഇപ്പോൾ ഒരു തീരുമാനം എടുത്ത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറയും അത് ശരിയാവില്ല, ഞാൻ നേരത്തെ അറിയാതെ പറഞ്ഞതാണ്, അത് വേണ്ടാന്ന് പറയും. അപ്പോൾ ഒരു ചഞ്ചലമായിരിക്കുന്ന മനസ്സാണ് നമ്മൾക്കെല്ലാം ഉള്ളത്. രൂപം, രുചി, ഗന്ധം, ശബ്ദം, സ്പർശം, അല്ലേ? ഒരു രൂപത്തെക്കുറിച്ച് ആലോചിക്കുക. രുചി, സ്മെല്ല്, ശബ്ദം, തൊടുന്നത്, സ്പർശം, അങ്ങനെ ഇന്ദ്രിയാധാനം പ്രദാനം ചെയ്യുന്ന, ഇതെല്ലാം ഇന്ദ്രിയമായിരിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെ? ഈ ഇന്ദ്രിയമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം തരുന്ന പഞ്ചവസ്തുക്കളെ സ്വീകരിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്നതാണ് മനസ്സിന്റെ സ്വഭാവം, അല്ലെ? നമുക്ക് മനസ്സിനെന്താ? നല്ല മണം, അല്ലെങ്കിൽ എനിക്ക് ആ മണം ഇഷ്ടമായില്ല, സ്വീകരിക്കുകയും ചെയ്യും, നമ്മൾ നിരാകരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം കാണും, ഞാനൊന്നും കണ്ടില്ല, അല്ലെങ്കിൽ പറയും ഞാൻ കണ്ടത് ഞാൻ മറന്നുപോയി എന്ന് പറയും, ഓർമ്മ കിട്ടില്ല. അങ്ങനെ സ്വീകരിക്കാനും പറ്റും, നമ്മുടെ മനസ്സിനെ കൊണ്ട് ഒഴിവാക്കാനും സാധിക്കും. ഇതാണ് മനസ്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഊഹാപോഹാധിഷ്ഠിതമായിരിക്കുന്ന മാർഗത്തിലൂടെ മനസ്സ് ഇന്ദ്രിയ ആസ്വാദനം എന്ന് പറയുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ട് അനുസരണമായിരിക്കുന്ന ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവാത്മാവിന് ഒരു പ്രത്യേക തരം ശരീരം ലഭിക്കുന്നു. നമ്മൾ നമ്മുടെ മനസ്സിന് അടിമപ്പെട്ട് ജീവിച്ച് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് പോലും ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് ഇതെല്ലാം കർമ്മയുടെ രൂപത്തിൽ വന്നിട്ട് പിന്നീട് നമ്മളൊരു ശരീരം സ്വീകരിക്കേണ്ടി വരികയാണ്. ഇങ്ങനെ ഈ ശരീരം ഭൗതിക പ്രകൃതിയുടെ സംഭാവനയാണ്. താങ്ക് യു ബിജി പ്രഭു. ഈ ഒരു ശരീരം
ഭൗതിക പ്രകൃതിയുടെ സംഭാവനയാണ്. പ്രകൃതിയാണ് നമുക്ക് ഈ ശരീരം നൽകിയിരിക്കുന്നത്. ജീവാത്മാവ് ഒരു തരം പ്രത്യേക ശരീരം സ്വീകരിക്കുകയും ആ ശരീരപ്രകൃതിക്കനുസരിച്ച് സന്തോഷിക്കുവാനോ കഷ്ടപ്പെടുവാനോ വേണ്ടി ഈ ലോകത്തേക്ക് വീണ്ടും നമ്മൾ വരികയാണ്. അല്ലെ, കുറേ നമ്മൾ കഷ്ടപ്പെടും, കുറേ നല്ലത് ചെയ്യും, പിന്നെ നമ്മൾ അതിൻ്റെ കഷ്ടപ്പാട് അനുഭവിക്കാൻ ഇവിടെ വരും. അങ്ങനെ ഓരോ സമയത്തായിട്ട് ജീവാത്മാവ് വന്നു പോയിക്കൊണ്ടിരിക്കണം ഓരോരോ ശരീരത്തിലൂടെ ഈ ലോകത്തേക്ക്. അപ്പോ ഒരു ശരീരമില്ലാതെ മുജ്ജന്മ വാസനകൾക്ക് അനുസൃതമായിട്ട് നമുക്ക് എന്താ പറ്റില്ല, ആസ്വദിക്കാനും പറ്റില്ല, ദുഃഖിക്കാനും പറ്റില്ല. ശരീരം ഉണ്ടെങ്കിലേ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ പ്രവൃത്തികളുടെയും നല്ലതും ചീത്തയുമായിരിക്കുന്ന കാര്യങ്ങൾ ഈ ജന്മത്തിൽ ഈ ശരീരത്തിലൂടെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പൊ എൻ്റെ ഉള്ളിൽ ഒരു ജീവാത്മാവുണ്ട്. ഈ ജീവാത്മാവ് കഴിഞ്ഞ ഒരു ജന്മത്തിൽ വേറെന്തോ ശരീരമാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷെ ജീവാത്മാവ് എന്നും അത് തന്നെയാണ്, ശരീരമാണ് മാറുന്നത്. അപ്പൊ ഈ ശരീരത്തിൽ എൻ്റെ ജീവാത്മാവ് ഇരിക്കുമ്പോൾ ഞാൻ ഈ ശരീരം കൊണ്ട് എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നു, ആ തെറ്റുകളുടെ ഫലം, കർമ്മ എന്ന് പറയുന്ന തെറ്റുകളുടെ ഫലം അനുഭവിക്കാൻ ഞാൻ ഇനിയും ജനിക്കണം. അപ്പൊ വേറെ ശരീരമായിരിക്കും സ്വീകരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി ഈ ശരീരം നല്ല പ്രവർത്തികൾ ചെയ്താൽ ആ പ്രവർത്തികളും അനുഭവിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ശരീരം കൂടിയേ തീരൂ. ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് നല്ലതും ചീത്തയും നെഗറ്റീവും പോസിറ്റീവും എല്ലാം നമുക്ക് അനുഭവിക്കാൻ സാധിക്കൂ. മരണസമയത്തുള്ള നമ്മുടെ മാനസിക അവസ്ഥയ്ക്കനുസരണമാണ് നമ്മൾക്ക് ഒരു നിർദ്ദിഷ്ട ശരീരം ലഭിക്കുന്നത്. നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ മരിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഇത് ചിന്തിച്ചോണ്ടാ മരിക്കാന്ന്. പക്ഷെ നമ്മൾ എപ്പോഴാണ് മരിക്കാൻ നമുക്കറിയില്ലല്ലോ. നമ്മളറിയില്ലല്ലോ എപ്പോഴാണ് മരിക്കാം. ഞാൻ ഒരു 5 കൊല്ലം കൂടി ഞാൻ ജീവിക്കാം, 5 കൊല്ലം കഴിഞ്ഞ് ഞാൻ മരിക്കുന്ന ആ ദിവസത്തെ ഞാൻ ഇത് ചിന്തിച്ചിട്ടേ മരിക്കൂ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം നമ്മൾ അടുത്ത നിമിഷം മരിച്ചു പോകുന്ന നമുക്ക് പറയാൻ പറ്റില്ല. ഇനി 50 കൊല്ലം കഴിഞ്ഞിട്ടാണോ മരിക്കണേ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ശരി, മരിക്കുന്ന ആ സമയത്ത് നമ്മുടെ മനസ്ഥിതി എന്തായിരിക്കും നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് പഴയ ആൾക്കാർ എപ്പോഴും നാരായണ നാരായണ നാരായണൻ ജപിക്കുന്നത്. കാരണം എപ്പോൾ വേണേലും മരിക്കും. ആ മരിക്കുന്ന സമയത്ത് നാവിൽ ആരെ നാമം ഉണ്ടാവണം? നാരായണ നാമം ഉണ്ടാവണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഏത് സമയത്ത് നമ്മൾ മരിക്കുന്നുവോ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ എന്ത് അവസ്ഥയ്ക്കാണോ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് അതിനനുസരിച്ചാണ് ഒരു നിർദ്ദിഷ്ട ശരീരം നമുക്ക് വീണ്ടും ലഭിക്കുന്നത്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ തുടങ്ങിയ ജലം, എണ്ണ, നെയ്യ് അങ്ങനെയുള്ള ദ്രാവകങ്ങളിൽ നമ്മൾ പ്രതിഫലിച്ച് കാണും. അതായത് വെള്ളത്തിലായാലും നെയ്യിലായാലും ഒക്കെ നമുക്ക് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ ദ്രാവകങ്ങളുടെ ചലിക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ ആകാശത്തിൽ നോക്കിയാൽ സൂര്യൻ അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒറ്റ മിനിറ്റ്, അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ഇങ്ങനെ ഒരു വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ ഉണ്ടാവും. ഇപ്പൊ ചന്ദ്രന്റെ ആയാലും സൂര്യന്റെ ആയാലും റിഫ്ലക്ഷൻ കാണാൻ പറ്റും. ഈ വെള്ളം ഒന്ന് നമ്മളിങ്ങനെ ഇളക്കി കഴിഞ്ഞാലോ അപ്പൊ എന്തായി? അതും ചലിക്കാൻ തുടങ്ങും അല്ലെ. അങ്ങനെ ഈ ദ്രാവകം ചലിക്കുന്നതിനനുസരിച്ച് അതിന്റെ എന്താണോ അതിൽ കാണുന്നത് അതും ചലിക്കുന്നുണ്ട്, ആ ഒരു പിക്ചറും ചലിക്കുന്നുണ്ട്. ജലസംഭരണിയിൽ പ്രതിഫലിച്ചിരിക്കുന്ന ചന്ദ്രൻ ജലം ഒഴുകുമ്പോൾ കൂടെ ഇങ്ങനെ ഒഴുകുന്നത് പോലെ നമുക്ക് തോന്നും. ഒരു പുഴയിൽ ഇങ്ങനെ എന്താ പറയാ, ചന്ദ്രനെ കാണുന്നുണ്ടെങ്കിൽ ജലം ഒഴുകുമ്പോൾ എന്തായി? അതും കൂടെ ഒഴുകുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. ഇതുപോലെ മനസ്സിലെ ഊഹാപോഹങ്ങൾക്കനുസരിച്ച് ജീവാത്മാക്കൾക്ക് പല പല ശരീരം ലഭിക്കുകയാണ്. ആ ജീവാത്മാവ്, അതായത് ഒരു ശരീരത്തിൽ നിന്നുകൊണ്ട് മരിക്കുന്ന സമയത്ത് എന്താണോ നമ്മുടെ മനസ്സിന്റെ ചിന്ത അതിനനുസരിച്ച് നമുക്ക് അടുത്ത ശരീരം ലഭിക്കും. എന്നാൽ ഈ ശരീരങ്ങളിൽ ഒന്നുമായിട്ടും, ഈ എത്ര ശരീരം ഈ ജീവാത്മാവ് എടുത്താലും ശരി, ഈ ശരീരങ്ങളൊന്നുമായിട്ട് ഈ ജീവാത്മാവിന് യാതൊരുവിധ ബന്ധവുമില്ല. എത്ര 100 ശരീരം എടുത്തു കഴിഞ്ഞാൽ 100 ശരീരമായിട്ട് ഈ ജീവാത്മാവിന് ഒരു ബന്ധവുമില്ല. മായയ്ക്ക് അധീനമായി തീരുന്ന ജീവാത്മാവ് ഈ ശരീരമാണ് താനെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ജീവാത്മാവ് മായയ്ക്ക് അധീനമായി തീരാണ്. ഞാൻ ചിന്തിക്കുന്നത് എന്താ? ഞാനിത് എൻ്റെ ലോകമാണ്, എൻ്റെ ജീവിതമാണ്, ഞാനാണ്, ഇനി മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഈ ലോകം വിട്ട് ഞാൻ പോയി നാളെ എൻ്റെ കയ്യിലിരിപ്പ് അനുസരിച്ച് വേറെ ശരീരം എനിക്ക് വരും, അല്ലെങ്കിൽ ആ ശരീരം എങ്ങനെ ആയിരിക്കും, എനിക്ക് ഇനിയും പുനർജന്മം ഉണ്ട്, അല്ലെ പുനർജന്മം ഇല്ലാത്തൊരവസ്ഥയിൽ ഞാൻ പോകണം, ഇതൊന്നും ചിന്തിക്കില്ല. എപ്പോഴും മായയോട് അറ്റാച്ച്ഡ് ആയിരിക്കും അല്ലെ. അങ്ങനെ അറ്റാച്ച്ഡ് ആവുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? ഈ ശരീരമാണ് ഞാനെന്ന് ചിന്തിച്ചു പോകും. അപ്പൊ നമ്മൾ ഗീതയിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ശരീരമല്ല ആത്മാവാണ് എന്നുള്ളത്. അത് നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ എന്താ ചിന്തിക്കുക? ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ചിന്തയാണ് ഈ ജീവാത്മാവിന്. ഇതാണ് ബദ്ധ ജീവിതത്തിന്റെ സ്വഭാവം എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു.
അതായത് കുടുങ്ങിക്കിടക്കുകയാണ് ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ, ഈ ഭൗതിക ലോകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ഞാൻ ഈ ലോകത്ത് എനിക്ക് ഇതൊക്കെ പെർമനൻ്റ് ആണ്, ഇതൊന്നും എനിക്ക് നഷ്ടപ്പെടില്ല, എല്ലാം കാലാകാലം ഉണ്ടാവും, എൻ്റെ വീട്, എൻ്റെ സമ്പാദ്യം, എൻ്റെ ആൾക്കാർ, എൻ്റെ ആരോഗ്യം, ഇതൊക്കെ ഒരു ദിവസം നശിച്ചു പോകുമെന്നും നമ്മൾ ഇവിടുന്ന് പോകേണ്ടവരാണെന്നും ഒന്നും ചിന്തിക്കുന്നില്ല. ബദ്ധാത്മാവായിട്ട് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ് ഈ ബദ്ധ ജീവിതത്തില്. ഒരു മനുഷ്യ ശരീരത്തിലുള്ള ജീവാത്മാവ് താൻ മനുഷ്യ സമൂഹത്തിലുള്ളവനെന്നോ ഒരു പ്രത്യേക രാജ്യക്കാരനാണെന്നോ കരുതുന്നു, അല്ലെ? ഇപ്പം നമ്മളൊരു മനുഷ്യന്മാരായത് നമ്മൾ എന്താ ചിന്തിക്കാം? ഞാൻ എന്താണ്, ഞാൻ മനുഷ്യനാണ്, ഞാൻ മനുഷ്യകുലത്തിലുള്ള, ഞാനിപ്പോൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്, ഇതാണ് എൻ്റെ രാജ്യം, ഇതാണ് എൻ്റെ ജീവിതം. അതൊക്കെ അത് കറക്റ്റാണ്, ഇല്ല എന്നല്ല. പക്ഷെ എന്താണ്, പ്രത്യേക രാജ്യം, ഞാൻ അമേരിക്കക്കാരനല്ല, ഞാൻ ഇന്ത്യക്കാരനാണ്, ഇങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതാണ് എന്ന് ചിന്തിച്ചു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള തെറ്റായ ധാരണകൾ മൂലം വീണ്ടും ഒരു അനാവശ്യമായ ശരീരത്തിനുള്ള ഒരുക്കങ്ങൾ സ്വയം ജീവാത്മാവ് നേടുകയാണ്. അപ്പൊ ജീവാത്മാവ് ഇതാണ് ലോകം, നമ്മൾ ഇന്ത്യക്കാരനാണെന്ന് പറയുന്നതിനെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ ഇതാണ്, ഇതൊക്കെ എൻ്റേതാണ്, ഇവിടെ വിട്ട് ഞാൻ പോണില്ല, ഇവിടെ ഞാൻ പെർമനന്റ് ആയിട്ട് ഇരിക്കുകയാണ് എന്ന ആ ഒരു ചിന്ത ഒരു ആത്മാവിൻ്റെ ഉള്ളിൽ, അല്ലെ ആത്മാവ് ആ ഒരു ചിന്തയിൽ വന്നു കഴിയുമ്പോൾ, ശരീരമാണ് ഏറ്റവും വലുത് എന്നുള്ള മനസ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, വീണ്ടും അടുത്ത ഒരു ജന്മത്തിനുള്ള പ്രിപ്പറേഷൻ, ഒരു തുടക്കമായത്. അതേസമയം ഞാൻ ഇന്ന് ഇവിടുന്ന് പോകേണ്ടതാണ്, ഇന്നല്ലേ നാളെ ഇവിടുന്ന് പോകണം, കഴിയുന്നത്ര നാമം ജപിക്കണം, ഭഗവാനെ അറിയണം, ഞാൻ ഇവിടെ ടെമ്പററി ആയിട്ട് വന്നതാണ്, ഈ ചെറിയ ജീവിതത്തിൽ ഞാൻ ആരോടും പ്രതികാരം ചെയ്യാൻ പോകരുത്, വഴക്കിടാൻ പോകരുത്, എല്ലാവരോടും ക്ഷമിക്കണം, സ്നേഹിക്കണം എന്ന മനോഭാവത്തിൽ ഒരു ജീവാത്മാവും ജീവിക്കുന്നില്ല. അങ്ങനെ ജീവിക്കാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? പുനർജന്മം ലഭിക്കുന്നത്. ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളും മാനസികമായിരിക്കുന്ന ഊഹാപോഹങ്ങളുമാണ് വിവിധ തരം ശരീരങ്ങൾക്ക് കാരണമായി മാറുന്നത്. ഇങ്ങനെ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ അവർ മരിച്ചു കഴിഞ്ഞിട്ട് അവർ വീണ്ടും വേറെ വേറെ ശരീരം എടുത്ത് ജനിക്കേണ്ടി വരുന്നു. ഭൗതിക പ്രകൃതിയുടെ ശക്തമായ സ്വാധീനം മൂലം തനിക്ക് ലഭിക്കുന്ന ഏതൊരു ശരീരത്തിലും ജീവാത്മാവ് തൃപ്തനാവുകയും അതുമായി അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യും, ഇല്ലേ? നമുക്കിപ്പോൾ ഈ ശരീരം കിട്ടിയാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, അയ്യോ ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ശരീരം എൻ്റെത്. അങ്ങനെ ജീവാത്മാവ് തൃപ്തിപ്പെടുകയാണ്. ഈ ഭൗതിക പ്രകൃതി നമുക്ക് തരുന്ന ശരീരം നാളെ ഉപേക്ഷിക്കണം എന്നുള്ള ചിന്തയില്ലാണ്ട് ഈ ശരീരത്തിന് വേണ്ടി മാത്രം നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് കളയാണ്. എപ്പോഴും ഈ ശരീരത്തിന് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുന്നതും ഈ ശരീരത്തിന് വേണ്ടി തന്നെ. എന്നാൽ നമ്മുടെ ആത്മാവിന് വേണ്ടി നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഞാൻ ആത്മാവാണ്, എൻ്റെ ആത്മാവ് നല്ല ഡെവലപ്മെൻ്റ് ആയിട്ട് വരണം, എനിക്ക് ആരോടും അസൂയ പാടില്ല, ദേഷ്യം പാടില്ല, വഴക്ക് പാടില്ല, കൃഷ്ണ സേവനം ചെയ്യണം, ഭഗവത് ഭക്തരെ സേവിക്കണം, നല്ലത് മാത്രമേ ഞാൻ കേൾക്കാൻ പാടൂ, ഇങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. ശരീരം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, സമ്പാദ്യം എങ്ങനെ കൂട്ടാം, ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇവിടുന്ന് മരിച്ചു പോകേണ്ടവരാണെന്ന് ചിന്തിക്കാതെ ഈ ഭൗതിക ലോകത്ത് നമ്മളിങ്ങനെ അഡിക്റ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ എന്തായി? കൂടുതൽ ജനിക്കുക മരിക്കുക എന്നുള്ളൊരു പ്രക്രിയയിലൂടെ നമ്മളും കടന്നു പോകേണ്ട അവസ്ഥയായി. അതിനാൽ കേവലം ശരീരത്തിന്റെയും മനസ്സിന്റെയും ആജ്ഞയ്ക്ക് വശംവദനാകുന്നത് വിഡ്ഢിത്തരമാണ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആജ്ഞ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ എന്തായിരിക്കണം? ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചു പോവാം. ഭഗവാൻ തരേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് തരും. നമ്മൾ ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടണ്ട. ഭഗവാൻ എന്ത് തരണം എന്ന് ആഗ്രഹിക്കുന്നു അത് ഭഗവാൻ തരും. ചില ആൾക്കാർ പറയണ്ട, അയ്യോ എൻ്റെ കയ്യിൽ പണ്ട് ഇത്ര കാശുണ്ടായിരുന്നു, എല്ലാം പോയി, എനിക്ക് ഇനി ഉണ്ടാക്കണം. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എപ്പോൾ ജീവിക്കാനാണ് എൻ്റെ ചോദ്യം. ഇന്നത്തെ ദിവസം ജീവിക്കുക, ഇപ്പൊ ജീവിക്കുക, ഈ സമയം ജീവിക്കുക. ഇപ്പൊ ഞാൻ പറയാണ്, ഇവിടെ അതെ ഫോർ എക്സാമ്പിൾ ഇവിടെ കുറച്ച് പായസം ഇരിക്കുന്നുണ്ട്, ഭഗവാൻ വെച്ച പായസം. ഈ പായസം ഇവിടെ ഇരിക്കട്ടെ, ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാം. ആ 2 ദിവസം കഴിയുമ്പോൾ അത് ഉണ്ടാവില്ലല്ലോ, കേടായി പോവില്ലേ? ഈ സമയം കഴിച്ചാൽ അത് രുചി അറിഞ്ഞ് കഴിക്കാം, ഇല്ലേ? അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ ചിരിക്കൂ, ഈ സമയത്ത് നിങ്ങൾ ചിന്തിക്കൂ, ഈ സമയത്ത് നിങ്ങൾ ജീവിക്കൂ. കുറെ കാശൊക്കെ ഉണ്ടാക്കി നല്ലൊരു വീടൊക്കെ വെച്ചിട്ട് ഒരു കാറൊക്കെ വാങ്ങിയിട്ട് സ്വസ്ഥമായിട്ട് നമുക്ക് ജീവിക്കാന്ന് പറയുമ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു പോകില്ലേ? ജീവിതത്തില് സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ലല്ലോ. അപ്പോൾ ഈ സമയത്ത് എന്താക്കരുത്? വഴക്കുണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കരുത്, പരസ്പരം ശപിക്കരുത്, വെറുക്കരുത്, ദാനധർമാദികൾ ചെയ്യാൻ മറക്കരുത്, മടിക്കരുത്. സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ക്ഷമയോടെ ഈ സമയം ജീവിക്കുക. അതാണ് ശ്രീമദ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ജീവിക്കണം, അല്ലാണ്ട് നമ്മൾ മുന്നോട്ട് നാളെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എന്താവരുത്? ആ ചിന്തകൾക്ക് അഡിക്ഷൻ ആവരുത്. അത് വിഡ്ഢിത്തമാണെന്നാണ് പറയുന്നത്. നവവധുവായ സ്വന്തം സഹോദരിയോട് സ്പർദ്ധ കാണിക്കരുത് എന്ന്
കംസനോട് വസുദേവർ അപേക്ഷിക്കുകയാണ്. നവവധുവായിരിക്കുന്ന സ്വന്തം പെങ്ങളോട് ഇങ്ങനത്തെ സ്വഭാവം കാണിക്കരുത്. ഒരിക്കലും ആരോടും അസൂയയോ ദേഷ്യമോ പ്രകടിപ്പിക്കരുത്. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന കാര്യം കേട്ടോ. ഒരിക്കലും ആരോടും അസൂയയും പാടില്ല, ദേഷ്യവും ഉണ്ടാവരുത്. ഇഹലോകത്തിലും പരലോകത്തിലും യമധർമ്മരാജന്റെ മുൻപിലും നിൽക്കുമ്പോഴും ഭയപ്പാടിന്റെ ഏക കാരണം അസൂയയാണ്. ഇഹലോകത്തിൽ, അതായത് ഈ ലോകത്തിലും ഇനി പരലോകത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആയാലും യമരാജന്റെ മുൻപിൽ നിൽക്കുമ്പോഴും, യമരാജന്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിലും ഭയപ്പാട്, പേടിയുടെ ഏക കാരണം എന്ന് പറയുന്നത് എന്താണ്? അസൂയാണ്. ദേവകി ഇളയ സഹോദരിയാണെന്ന കാര്യം പരിഗണിക്കാൻ അവൾക്ക് വേണ്ടി വസുദേവർ കംസനോട് അപേക്ഷിക്കുകയാണ്. അതും വിവാഹത്തിന്റെ ആ മംഗള മുഹൂർത്തത്തില് ഇളയ സഹോദരന്മാരെ മക്കളെ പോലെ കാണേണ്ടതാണ് ആര്? കംസൻ. ഇളയ സഹോദരിയെയും ഭർത്താവിനെയും സ്വന്തം മക്കളെ പോലെയാണ് ആര് കാണേണ്ടത്? കംസൻ കാണേണ്ടത്. ആ കംസൻ എന്താ ചെയ്യുന്നത്? സഹോദരിയെ കൊല്ലാൻ നോക്കാണ്. ഇത്തരത്തില് വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട സ്ഥിതിവിശേഷമാണിത്. ഇവിടെ വസുദേവർ എന്താ ചെയ്തത്? ഭാര്യയുടെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് അടിക്കാൻ പോകുമ്പോഴും കംസന് വേദോപദേശം കൊടുക്കുക, നല്ലത് പറഞ്ഞു കൊടുക്കുക, ക്ഷമയോടെ പറഞ്ഞു കൊടുക്കുക. അവിടെ ഒരു കൂട്ടത്തല്ലല്ല ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വസുദേവർ പറയുന്നത് ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ നീ ഇവളെ വധിക്കുകയാണെങ്കിൽ അത് നിന്റെ സൽപേരിന്, നല്ല പേരിന് കളങ്കം ചാർത്തും എന്ന് പറഞ്ഞു. കംസ, നീ ഇത്രയും വലിയ സംഭവമായിട്ട് ഈ പാവം പെണ്ണിനെ ഈ കല്യാണ ദിവസം തന്നെ നീ കൊന്നു കളഞ്ഞാൽ അത് നിന്റെ നല്ല പേരിനാണ് മോശമുണ്ടാക്കുന്നത്. ദാർശനികമായിരിക്കുന്ന വിവേചന ബുദ്ധി കൊണ്ടും സതുപദേശം കൊണ്ടും കംസനെ പ്രീതിപ്പെടുത്താൻ വസുദേവർ ശ്രമിക്കുകയാണ്. കുറേ ശ്രമിക്കുകയാണ് ഇങ്ങനെ എങ്ങനെയെങ്കിലും കംസനെ ഒന്ന് പ്രീതിപ്പെടുത്തിയിട്ട് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. എന്നാൽ കംസൻ അതിന് വഴങ്ങുന്നില്ല. വസുദേവരുടെ ഈ സംസാരത്തിന്. കാരണം എന്താ? അവന്റെ കൂട്ടുകെട്ടെല്ലാം അങ്ങനെ അസുരന്മാരായിട്ടുള്ള കൂട്ടുകെട്ടായിരുന്നു. ഭാഗവതത്തിൽ കറക്റ്റ് പറയുന്നു കംസൻ ഇതിന് വഴങ്ങുന്നില്ല. കാരണം കംസന്റെ സ്വഭാവങ്ങളെല്ലാം തന്നെ അസുരന്മാരുടെ കൂടെയുള്ള സ്വഭാവമായിരുന്നു. ആസുര സംസർഗം മൂലം, അതായത് അസുരന്മാരുമായിട്ടുള്ള സംസർഗം കൊണ്ട് അയാള് സ്വയം ഒരു അസുരനായി മാറിയിരിക്കുകയാണ് ഈ കംസൻ. അസുരന്മാരായിട്ടുള്ള സംസർഗം കൊണ്ട് ഈ കംസനും ഒരു പൂർണ്ണമായ അസുരനായി മാറിയിരിക്കുകയാണ്. ശ്രേഷ്ഠമായിരിക്കുന്ന രാജകുടുംബത്തിൽ ജനിച്ചാലും അസുരൻ ഒരിക്കലും നല്ല കാര്യങ്ങൾക്ക് ചെവി കൊടുക്കില്ല. അസുര സ്വഭാവമുള്ളവർ നല്ല കുടുംബത്തിൽ ജനിച്ചാലും നല്ല കാര്യങ്ങൾക്ക് അവർ ചെവി കൊടുക്കില്ല. ഒരു ഉറച്ച കള്ളനെ പോലെയാണ് ആര്? ഈ അസുര സ്വഭാവമുള്ള കംസൻ. കള്ളന് മറ്റൊരാൾ വിചാരിച്ചാൽ നല്ല മാർഗങ്ങൾ, ഒരു കള്ളനായി വന്നു കഴിഞ്ഞാൽ ആ കള്ളന് മറ്റൊരാൾ വിചാരിച്ചാൽ നല്ല വഴി പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പക്ഷേ എന്താ സംഭവിക്കുക? അത് ഫലിക്കില്ല. അവൻ ആ കള്ളന്റെ സ്വഭാവം തന്നെ കാണിക്കും. ആരുപദേശിച്ചിട്ടും കാര്യമില്ല. ഇതുപോലെ സ്വഭാവേന നാസ്തികനോ അസുരനോ ആയ ഒരാൾക്ക് നല്ല ഉപദേശങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. സ്വഭാവം കൊണ്ട് മോശമായ ഒരാളും ആണെങ്കിലും അസുര സ്വഭാവമുള്ള ഒരാളാണെങ്കിലും ശരി, എന്താണ്, അവർക്ക് എന്ത് നല്ലത് ഉപദേശിച്ചിട്ടും കാര്യമില്ല. അവ എത്ര തന്നെ ആധികാരികമായിരിക്കുന്നതാണെങ്കിലും അതാണ് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള വ്യത്യാസം. സ്വഭാവേന ദേവന്മാരുടെ സ്വഭാവം വരണം, അസുരന്മാരുടെ സ്വഭാവം വരണം. അതുകൊണ്ട് അസുരന്മാരോട് എത്ര ഉപദേശം നടത്തിയിട്ടും കാര്യമില്ല, അവർ നന്നാവില്ല. അതും അവരുടെ ചിന്താഗതികൾ അങ്ങനെയാണ്. ഇതാണ് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള വ്യത്യാസം. നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കഴിയുന്നവരാണ് ആര്? ദേവന്മാര്. അങ്ങനെയുള്ള നല്ല ഉപദേശം സ്വീകരിക്കാൻ കഴിയാത്തവരാണ് ആര്? അസുരന്മാര്. കംസനെ ശാന്തമാക്കാനുള്ള ആ ഒരു വഴിയില് ശ്രമത്തില് പരാജയപ്പെട്ട വസുദേവർക്ക് സ്വന്തം ഭാര്യയായ ദേവകിയെ രക്ഷിക്കാൻ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെയായി. ഇത്രയും ഉപദേശിച്ചിട്ടും കംസൻ നല്ല വാക്കൊന്നും കേൾക്കുന്നില്ല. അപ്പൊ ഇനി സ്വന്തം ഭാര്യയായ ദേവകിയെ സംരക്ഷിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു വഴി ആർക്ക് കിട്ടുന്നില്ല? വസുദേവർക്ക് കിട്ടുന്നില്ല. ആപത്ത് മുന്നിലെത്തി നിൽക്കുകയാണ് അല്ലെ? കംസൻ വാളെടുത്ത് വെച്ചിരിക്കുക ദേവകിയെ വെട്ടാൻ. മുന്നിലെത്തി നിൽക്കുമ്പോ അത്രയും ആവുന്നത്ര ആ ഒരു ആപത്ത് ഒഴിവാക്കാനാണ് ബുദ്ധിയുള്ളവർ ശ്രമിക്കുക. ആപത്ത് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അതിന്റെ മേലെ കയറി ചാടി ഞാൻ അതാണ് ഇതാണ് മറ്റേന്നാന്ന് പറഞ്ഞിട്ട് വർത്താനം പറയരുത്. എന്താ ചെയ്യേണ്ടത്? എങ്ങനെയെങ്കിലും ആ ആപത്ത് സോൾവ് ചെയ്യുക. ആ ആപത്തിനെ നമ്മൾ പറഞ്ഞ് ഒന്ന് കൂളാക്കുക.
അതാ ഞാൻ ക്ലാസ്സിൽ എപ്പോഴും പറയുന്നത്, നമുക്ക് എന്ത് വേണ്ട? വയലൻസ് വേണ്ട, സൈലൻസ് മതി എന്ന് പറയുന്നത്. വരുന്ന ആപത്തിനെ നിശബ്ദതയോടുകൂടി സമാധാനത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡിൽ ചെയ്യണം. പൊട്ടിത്തെറിച്ചു എന്നൊരു കാര്യത്തെ നമ്മൾ പ്രശ്നത്തെ സമീപിക്കരുത്. അത് ഭാഗവത്തിലും പറയുന്നുണ്ട്. ആവുന്നത്ര ആപത്തുകൾ ഒഴിവാക്കാനാണ് ബുദ്ധിമാന്മാർ ശ്രമിക്കുന്നത്. എന്നാൽ അപകടം നിറഞ്ഞ ഈ അവസ്ഥ ഒഴിവാക്കാൻ സമർത്ഥമായി നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടാൽ അയാളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? തൻ്റെ കടമകൾ നിർവഹിക്കാൻ പരമാവധി ശ്രമിക്കുക. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമ്മൾ വിചാരിച്ച കാര്യം നടന്നിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ തോറ്റുപോയി എന്നല്ല പറയേണ്ടത്. നമ്മളെ കൊണ്ടാവും വിധം നമ്മൾ എന്തൊരു കാര്യവും നടത്തിയെടുക്കാൻ ശ്രമിക്കുക. പരാജയപ്പെട്ടു പോയാൽ സ്വന്തം കുറ്റം കൊണ്ടാണെന്ന് കരുതേണ്ട ആവശ്യമില്ല എന്ന് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നു. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾ ശ്രമിച്ചാൽ അത് തോറ്റുപോയാൽ തന്നെയും അത് സ്വന്തം കുറ്റമാണെന്ന് ചിന്തിക്കണ്ട. വസുദേവർ ഭാര്യയെക്കുറിച്ച് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എന്താണ്? തൽക്കാലം ഞാൻ ദേവകിയെ രക്ഷിക്കട്ടെ. തൽക്കാലം എങ്ങനെ ചിന്തിക്കാണ് വസുദേവര്? ഇപ്പം ഞാൻ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും തൽക്കാലം ദേവകീനെ രക്ഷിക്കാം. പിന്നെന്ത് ചെയ്യാ? പിൽക്കാലത്ത് കുട്ടികളുണ്ടായാൽ അവരെ രക്ഷിക്കാനുള്ള വഴി പിന്നെ നോക്കാം. പാവം അദ്ദേഹം ചിന്തിക്കണം, ഇപ്പൊ ദേവകിയെ രക്ഷിക്കണം, പിന്നെ മക്കളുണ്ടാവുമ്പോഴല്ലേ അത് മക്കളെ അന്നേരം രക്ഷിക്കാൻ നോക്കാം. കംസൻ കരുതുന്നത് പോലെ പിന്നീട് കംസനെ വധിക്കാൻ കഴിവുള്ള ഒരു മകൻ എനിക്ക് ജനിക്കുകയാണെങ്കിൽ, വസുദേവര് ചിന്തിക്കുകയാണ്, കംസൻ ചിന്തിക്കുന്നത് പോലെ കംസനെ വധിക്കാൻ സാധിക്കുന്ന ഒരു മകൻ പിന്നീട് തനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അന്ന് തീർച്ചയായിട്ടും ദേവകിയും കുഞ്ഞും രക്ഷപ്പെടും. വസുദേവരുടെ ചിന്ത നോക്കണം. ഉറപ്പായിട്ടും ഈ കംസനെ കൊല്ലാൻ തക്ക ഒരു ശക്തിയുള്ള മകൻ ജനിക്കും. കംസനെ കൊല്ലുമെന്നാണെങ്കിൽ എന്തായാലും ദേവകി രക്ഷപ്പെടും, സംശയമില്ല. ദേവകി രക്ഷപ്പെടും, ദേവകിയുടെ കുട്ടിയും രക്ഷപ്പെടും. കാരണം ഈശ്വര നിശ്ചയം സങ്കല്പാതീതമാണ്. ഈശ്വരന്റെ തീരുമാനം നമ്മൾ ചിന്തിക്കുന്നതിൻ്റെയും അപ്പുറത്താണ്. എന്നാൽ ഇപ്പോൾ ഏത് രീതിയിലും ദേവകിയെ രക്ഷിക്കണം. ജ്വലിക്കുന്ന അഗ്നി, നല്ല ആളി പടരുന്ന ആ അഗ്നി, ഒരു തീ ഒരു കാട്ടില് ഒരു നിർദ്ദിഷ്ട വൃക്ഷവുമായി എങ്ങനെ ബന്ധപ്പെട്ടു എന്നത് നിശ്ചയമില്ലാത്തതുപോലെ, അതായത് ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഒരു തീപ്പൊരി വീണിട്ട് ഒരു പ്രത്യേക വൃക്ഷത്തിലേക്ക് ആ തീപ്പൊരി എങ്ങനെ പോയി എന്നറിയാ നമുക്ക് ഉറപ്പില്ലാത്തതുപോലെ ജീവാത്മാവ് ഒരു നിർദ്ദിഷ്ട ശരീരവുമായി ബന്ധപ്പെടുന്നത് എപ്രകാരമെന്ന് തീർച്ചയില്ല. എങ്ങനെയാണ് ജീവാത്മാവ് ഒരു പ്രത്യേക ശരീരത്തിലേക്ക് ജീവാത്മാവ് കയറുന്നത് എന്ന് ആർക്കും പറയാൻ പറ്റൂല. കാട്ടുതീ ഉണ്ടാകുമ്പോൾ ജ്വലിക്കുന്ന അഗ്നി കാറ്റിന്റെ സഹായത്തോടെ ഒരു വൃക്ഷത്തിന്റെ മുകളിലൂടെ മറ്റൊരു വൃക്ഷത്തിൽ കടന്നു പിടിക്കും, അല്ലെ? കാറ്റ് വീശുമ്പോഴാണ് തീ ഒരു വൃക്ഷത്തിൽ നിന്ന് മറ്റൊരു വൃക്ഷത്തിലേക്ക് പോകുന്നത്. ഇതുപോലെ ജീവാത്മാവ് സ്വന്തം കടമകളും ധർമ്മങ്ങളും നിറവേറ്റുന്നതിൽ അതീവ ശ്രദ്ധാലുവായിരിക്കും ജീവാത്മാവ്. അതുപോലെ ഭയക്രാന്തനുമായിരിക്കും, ഭയം ഉണ്ടാവും ജീവാത്മാവിന്, സ്വന്തം കടമകളെല്ലാം കൃത്യമായിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളത്. എന്നാലും ഏതു തരം ശരീരമാണ് തനിക്ക് പിന്നത്തെ നമുക്കറിയില്ലല്ലോ. നമുക്ക് ഈ ജീവാത്മാവ് എൻ്റെ ഈ ശരീരത്തിലേക്ക്, ഇനി അടുത്ത ജന്മം ഏത് തരത്തിലുള്ള ശരീരമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റൂല. ഇനി ഒരു ജന്മം ഉണ്ടോ, അല്ലെങ്കിൽ ഇനി അടുത്ത ജന്മത്തിൽ എനിക്ക് വേറെ ഏതെങ്കിലും ശരീരം ലഭിക്കുമോ, അത് ഏത് തരത്തിലുള്ള ശരീരമായിരിക്കും, ഇതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടുന്ന ധർമ്മകർമ്മങ്ങളെല്ലാം തികഞ്ഞ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ച ആളാണ് ആര്? ഭരത മഹാരാജാവ്. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും കർമ്മങ്ങളും തികഞ്ഞ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ച ആളാണ് ഭരത മഹാരാജാവ്. എന്നാൽ വളരെ യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തിന് ഒരു മാനിനോട് തോന്നിയ വാത്സല്യം, ഭരത മഹാരാജാവിന് ഒരു മാനിനോട് തോന്നിയ വാത്സല്യം, അതിൻ്റെ ഫലമായി അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിന് മാനിന്റെ ശരീരം സ്വീകരിക്കേണ്ടി വന്നു. ക്ലിയർ? ഇതുവരെ മനസ്സിലായോ? ഭാഗവതം ഇഷ്ടപ്പെടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? കംസൻ അങ്ങേയറ്റം പാപിയായിരുന്നിട്ട് കൂടിയും എന്താണ്, ഭാര്യയെ രക്ഷിക്കാനുള്ള മാർഗമെല്ലാം ആലോചിച്ച ശേഷം വസുദേവർ എന്ത് ചെയ്ത്, ഭയങ്കരമായ ആദരവോടുകൂടി വീണ്ടും കംസനോട് സംസാരിക്കാൻ തുടങ്ങാണ്.
ചിലപ്പോ വസുദേവരെ പോലെയുള്ള പുണ്യാത്മാക്കൾക്ക് കംസനെ പോലെയുള്ള പാപികളെ സ്തുതിവചനം കൊണ്ട് ആദരിക്കേണ്ടി വരാറുണ്ട്. നമ്മൾ പറയാറില്ലേ, ഷുഫ് ഞാൻ അവന്റെ കാല് പിടിച്ചു, അവനെവിടെ കിടക്കുന്നു, ഞാനെവിടെ കിടക്കുന്നു, എന്നിട്ടും എൻ്റെ ഭഗവാനെ നീ എന്നെ അവന്റെ കാല് പിടിപ്പിച്ചല്ലോ കൃഷ്ണ എന്നൊക്കെ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, കംസനെ പോലെയുള്ള ഒരു അസുരനെ വസുദേവരെ പോലുള്ള അത്രയും ഒരു പുണ്യാത്മാവ് സ്തുതിവചനം പാടേണ്ടി വരികയാണ് കംസന്. അസുരനെ പൊക്കി 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 പറയേണ്ടി വരികയാണ്. ചിന്തിച്ചു നോക്കിക്ക്. നമ്മളെന്താ പറയാ, ഞാൻ അവന് മുമ്പ് തല കുനിക്കില്ല, ചാൻസ് ഇല്ല, എനിക്ക് നഷ്ടപ്പെട്ടു, ഞാൻ പോവില്ല അറിയും. പക്ഷെ ഇവിടെ കംസനെ എന്താണ്, സ്തുതിവചനം പാടേണ്ടി വരികയാണ് വസുദേവർക്ക്. എന്തിനു വേണ്ടി? ഭാര്യയും മക്കളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അത് നയതന്ത്രത്തിന്റെ മാർഗമാണ്. വേണ്ടി വന്നാൽ കഴുതക്കാലം പിടിക്കണം എന്ന് സാരം. നയതന്ത്രത്തിന്റെ മാർഗമാണത്. ഓക്കെ. അത്യന്തം ദുഃഖിതനായിരിക്കുന്ന വസുദേവർ എന്ത് ചെയ്തു? പുറമേക്ക് വളരെ സന്തോഷവാനായിട്ട് അഭിനയിച്ചു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഭയങ്കര സങ്കടം. പക്ഷെ അദ്ദേഹം ഒന്നും പുറത്ത് കാണിക്കാതെ പുറത്ത് നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം. അങ്ങേയറ്റം ക്രൂരനാണ് ഈ കംസൻ എന്നുള്ളത് ആർക്കറിയാം? വസുദേവർക്കറിയാം. ഭയങ്കര ദുഷ്ടനാണ്, ഭയങ്കര ക്രൂരനാണ് കംസൻ എന്ന് വസുദേവർക്കറിയാം. അതുകൊണ്ടാണ് ആ നാണം കെട്ടവനോട് ആദരവോടെ അദ്ദേഹം സംഭാഷണം ആരംഭിച്ചത്. ഇത് നമ്മളും കൂടെ പഠിക്കേണ്ട കാര്യമാണ്. അത്രയും ദുഷ്ടനാണ്, കൊള്ളൂലാത്തവനാണെന്നറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? വയലന്റ് ആയിട്ട് സംസാരിക്കരുത്. ശരി, ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യാം. ഇനി ഇങ്ങനെ വേണം നിങ്ങൾ ഓരോ പ്രശ്നങ്ങളും ജീവിതത്തിൽ ഹാൻഡിൽ ചെയ്യാൻ. വീട്ടിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്ത പല ക്യാരക്ടേഴ്സ് ഉണ്ടാവും. നമുക്കറിയാം അവർ അത്രയും മോശമായിട്ടേ സംസാരിക്കൂ, നമ്മൾ അത്രയും തരം താഴ്ത്തും, വേദനിപ്പിക്കും, അങ്ങനെ പലതും നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് വാളെടുത്ത് വെട്ടാൻ പോരുത്. നിങ്ങളാരാ എന്നെ പറയും, ഞാനിങ്ങനെ ചെയ്യും, അങ്ങനെ. അവിടെ ഒരു കലഹമായിരിക്കും ഉണ്ടാവുക. കലഹമുള്ളിടത്ത് ലക്ഷ്മി വരൂല, ലക്ഷ്മി ഇല്ലാത്തടത്ത് ഭഗവാൻ വരൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള അസുര ചിന്താഗതിയുള്ള ആളുകളോട് നമ്മൾ എപ്പോഴും നയതന്ത്രത്തിൽ പെരുമാറണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ശരി, നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്, എനിക്ക് മനസ്സിലായി. നമ്മളല്ലാണ്ട് അവരോട് ഭയങ്കര വാശിക്കും വൈരാഗ്യത്തിലും നിൽക്കരുത്. അപ്പൊ വീണ്ടും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും പ്രശ്നങ്ങൾ. നമ്മൾ എന്ത് ചെയ്യാം? വസുദേവർ എങ്ങനെ കംസനെ സ്തുതിഗീതം പാടിയോ അതുപോലെ പാടിക്കൊടുക്കുക, നയതന്ത്ര ഭാവത്തിൽ. ഇതൊക്കെയാണ് നമ്മൾ ശ്രീമദ് ഭാഗവത്തിലൂടെയൊക്കെ പഠിക്കേണ്ടത്. കഥ മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. ജീവിക്കേണ്ടത് എങ്ങനെയെന്നുള്ള ഒരു അന്തരാർത്ഥം കൂടി ശ്രീമദ് ഭാഗവത്തിലും ഗീതയിലൊക്കെ ഉണ്ട്. എന്നിട്ട് വസുദേവര് പറയാണ്, പ്രിയപ്പെട്ട കംസ, സഹോദരിയിൽ നിന്ന് അങ്ങേക്ക് അപകടമൊന്നുമില്ലാന്ന് മനസ്സിലാക്കുക. ആകാശത്തിൽ നിന്നൊരു അശരീരി കേട്ടത് കൊണ്ടാണല്ലോ ആപത്ത് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ ആപത്ത് എന്ന് പറയുന്നത് അങ്ങയുടെ സഹോദരിയിൽ നിന്നല്ല, സഹോദരി പുത്രന്മാരിൽ നിന്നാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പോ ഏതായാലും ആ പുത്രന്മാരാരും ജനിച്ചിട്ടില്ലല്ലോ കംസ. അതുമല്ല, ഭാവിയിൽ പുത്രന്മാരുണ്ടാവോ ഇല്ലേന്ന് ആർക്കറിയാം? ഒന്ന് ചിന്തിച്ചു നോക്കണം. ഭാവിയിൽ ഇനി ആൺകുട്ടികൾ വന്നാലാണോ പുത്രന്മാരിൽ നിന്നുണ്ടാവുന്നില്ലേ പറഞ്ഞത്? അപ്പൊ ഭാവിയിൽ ഇനി പുത്രന്മാരുണ്ടാവുമെന്ന് ആർക്കറിയാം? ഉറപ്പില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ പുത്രന്മാരും ഇല്ല, ദേവകി പ്രസവിച്ചിട്ടുമില്ല. ഈ വക കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ തൽക്കാലം അങ്ങ് സുരക്ഷിതനാണ്. വസുദേവര് പറയാം, ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പം കംസ ഇപ്പൊ നിങ്ങൾ സുരക്ഷിതനാണ്. ദേവകി പ്രസവിച്ചിട്ടൊന്നുമില്ല, അത് ഉറപ്പാ. സഹോദരിയിൽ നിന്ന് നിങ്ങൾക്ക് ആപത്ത് വരുമെന്ന ഭയമില്ല. അത് നിങ്ങൾ ആലോചിച്ചു, ഉറപ്പല്ലേ? സഹോദരിയിൽ നിന്നല്ലല്ലോ ആപത്ത്, സഹോദരി പുത്രന്മാരിൽ നിന്നല്ലേ. പുത്രന്മാരാരും ഇപ്പൊ ഇല്ലല്ലോ. എന്നെങ്കിലും അവൾക്കും ആൺകുട്ടികൾ ഉണ്ടായാൽ, പുത്രന്മാരുണ്ടായാൽ അവരെല്ലാം ഞാൻ നിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാം കംസ. ഇതാ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെ അവൾ ആൺകുട്ടികളെ പ്രസവിച്ചിട്ട് അത് കൊണ്ടുവന്ന് ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞു. വസുദേവര് കൊടുക്കുന്ന ആ വാക്കിന്റെ വില കംസൻ അറിയാം. വസുദേവർ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണെന്ന് കംസൻ അറിയാം. മാത്രമല്ല, അദ്ദേഹത്തിന്റെ വാദഗതി, ആ ഒരു സംസാരിച്ച രീതി, അത് ആർക്ക് ഇഷ്ടപ്പെട്ട്? കംസന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സഹോദരിയെ ഹീനമായി വധിക്കുക എന്ന നിഷ്ഠൂര കർമ്മത്തിൽ നിന്ന്, സഹോദരിയെ കൊല്ലുക എന്നുള്ള ആ ഒരു നിഷ്ഠൂരമായ ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് തൽക്കാലത്തേക്ക് കംസൻ മാറി. കാരണം എന്താ? കംസൻ ചിന്തിച്ചു, ശരിയാണ്, എന്തിനാ അപ്പോ, അവള് പ്രസവിച്ചിട്ടില്ലല്ലോ, ഇനി ആൺകുട്ടികൾ ഉണ്ടാവുമല്ലോ, അതപ്പം നോക്കാം, ശരിയാണ്, വെറുതെ കൊല്ലണ്ട എന്ന ആ ഒരു ചിന്തയിൽ നിന്ന് കംസൻ പുറത്തു വന്നു.
എന്നിട്ടോ അപ്പൊ വസുദേവര് ഭയങ്കര ഹാപ്പിയായി. എന്റെ ഭാര്യ രക്ഷപ്പെട്ടു. കംസനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്ത് സ്വന്തം ഗൃഹത്തിലേക്ക് പോവാണ് വസുദേവര്. ഒട്ടനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി. കാലഗതിയിൽ വസുദേവർക്കും ദേവകിക്കും 8 പുത്രന്മാരും ഒരു മകളും ജനിച്ചു. കാലം കുറേ കഴിഞ്ഞപ്പോൾ 1ാമത്തെ മകൻ പിറന്നപ്പോൾ വസുദേവർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വാക്ക് പാലിച്ചു. വസുദേവര് അങ്ങേയറ്റം ശ്രേഷ്ഠനായിരുന്നു. ഒപ്പം വാക്ക് പാലിക്കുന്ന കാര്യത്തിൽ വസുദേവരെ പോലെ പ്രസിദ്ധനായ ഒരാളില്ലെന്നാ പറയുന്നത്. ഈ സത്കീർത്തി അദ്ദേഹത്തിന് നിലനിർത്തണം. ഒരാൾക്കൊരു നല്ല പേരുണ്ടെങ്കിൽ അത് നിലനിർത്തണം അല്ലേ? അപ്പൊ വാക്ക് പറയുന്ന കാര്യത്തിലൊക്കെ വസുദേവർ ഭയങ്കര വാല്യൂ ആയിട്ട് നിൽക്കും. അപ്പൊ ആ പേര് വസുദേവർ നിലനിർത്താൻ വേണ്ടി ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോൾ നേരെ കംസന് കൊണ്ട് കൊടുത്തു. തന്റെ ആദ്യത്തെ കുഞ്ഞിനെ കംസന്റെ കയ്യിൽ കൊടുക്കുക എന്നുള്ളത് വസുദേവരെ സംബന്ധിച്ചിടത്തോളം ഹൃദയം പറിച്ചെറിയുന്ന ഒരു വേദനയാണ്. നമ്മളുടെ ആദ്യത്തെ കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സെന്റിമെന്റൽ ആയിരിക്കും അല്ലേ? 1 അല്ല 10 കുട്ടികളുണ്ടായാലും നമുക്ക് സെന്റിമെന്റ്സാ. പക്ഷെ വസുദേവർക്ക് ആദ്യത്തെ കുട്ടിയാണ്. അതിനെ കൊണ്ടുപോയി ദുഷ്ടനായ കംസന്റെ കയ്യിൽ കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് വസുദേവരങ്ങ് നെഞ്ചു പൊട്ടിപ്പോവാണ്. കുഞ്ഞിനെ സ്വീകരിക്കുന്നത് വരെ കംസന് സന്തോഷമായിരുന്നു. എന്നാൽ വസുദേവരുടെ പെരുമാറ്റം മൂലം കംസന്റെ മനസ്സിൽ കുറച്ച് അലിവ് തോന്നി. കുഞ്ഞിനെ കിട്ടുന്നത് വരെ കംസൻ ഹാപ്പി ആയിരുന്നു. വസുദേവരുടെ ആ പെരുമാറ്റം കണ്ടപ്പം കംസന് മനസ്സിൽ വല്ലാത്തൊരു അലിവ് തോന്നി. വസുദേവരെ പോലുള്ള ഒരു മഹാത്മാവിന് കടമ നിർവഹിക്കുന്ന കാര്യത്തിൽ തടസ്സമില്ല. വസുദേവർ ഒരു കാര്യം പറഞ്ഞതുപോലെ ചെയ്യും. അതുകൊണ്ട് അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല. അദ്ദേഹത്തെ പോലെയുള്ള ഒരു ജ്ഞാനി ഒരു സംശയവും ഇല്ലാണ്ട് തന്നെ വസുദേവരെ പോലെയുള്ള ജ്ഞാനികൾ എന്താ ചെയ്യുക? അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും. ഒരു സംശയവും വേണ്ട. വസുദേവർ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അദ്ദേഹം അത് ചെയ്യും. നേരെ മറിച്ച് കംസനെ പോലെയുള്ള ഒരു അസുരനോ ഏത് തെറ്റായ കാര്യം ചെയ്യുന്നതിൽ നിന്നും പിന്മാറൂല. കംസനൊക്കെ എന്ത് തെറ്റായ കാര്യം ചെയ്യണമെങ്കിലും കംസൻ ചെയ്യും, അതിൽ നിന്ന് പിന്മാറൂല. അതുകൊണ്ടാണല്ലോ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ അവസ്ഥകളെ സഹിഷ്ണുതയോടുകൂടി നോക്കിക്കാണാൻ ഒരു പുണ്യാത്മാവിന് കഴിയുമെന്നും, ജീവിതത്തിലെ ഏറ്റവും കഷ്ടപ്പെട്ട ഒരു അവസ്ഥ വന്നാൽ പോലും ഒരു നല്ല പുണ്യാത്മാവാണെങ്കിൽ ഈശ്വരനെ ശപിക്കില്ല, ഈശ്വരനെ കുറ്റം പറയില്ല. എനിക്ക് ഇത്രയും ദുരിതങ്ങളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, ഇനി ഞാൻ ഭഗവാനുമായിട്ടൊരു ബന്ധമില്ല എന്നൊരു വാക്ക് അവർ പറയില്ല. നല്ല പുണ്യാത്മാക്കള് ജീവിതത്തിന്റെ യാത്രയിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും ആ പുണ്യാത്മാക്കൾ തരണം ചെയ്യും. അവരെന്താ ചെയ്യുന്നത്? ഒരു പുണ്യാത്മാവിന് ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങളെയും നല്ല സഹിഷ്ണുതയോടുകൂടി എന്താ ചെയ്യാൻ പറ്റുക? അവർ നോക്കിക്കാണും. എന്നിട്ടോ തന്നെ ജ്ഞാനിക്ക് തന്റെ കടമകൾ നിറവേറ്റാൻ കഴിയും. പക്ഷേ കംസനെ പോലെയുള്ള ഹീനന്മാർക്ക് എന്ത് പാപകർമ്മങ്ങൾ ചെയ്യാനും അവൻ റെഡിയായിരിക്കും. ഒരു നല്ല വ്യക്തി എപ്പോഴെന്താ ചെയ്യുക? ഏത് അവസ്ഥയിലൂടെയും, എത്ര കഷ്ടം നിറഞ്ഞ അവസ്ഥയിലൂടെയും അവർ കടന്നു പോകും. പക്ഷേ ദുഷ്ട സ്വഭാവമുള്ള ആൾക്കാർ എന്താ ചെയ്യുക? അവർ എന്ത് വൃത്തികെട്ട കാര്യം ചെയ്തിട്ടാണെങ്കിലും ശരി, അവരുടെ വിജയമേ അവർ നോക്കൂ. ഭക്തന് തന്റെ സർവസ്വവും പരമദിവ്യോത്തമ പുരുഷനെ തൃപ്തിപ്പെടുത്താനായി ബലി കഴിപ്പിക്കാൻ പറ്റും അല്ലെ? നമുക്ക് നമ്മുടെ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. നമുക്ക് ഭഗവാന്റെ സന്തോഷമാണ് വലുതെങ്കിൽ നമ്മൾ എന്തും സഹിക്കാൻ തയ്യാറാവും. അതൊരു ഭക്തന്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. വസുദേവരുടെ ആ പ്രവൃത്തിയിൽ കംസൻ ഭയങ്കര ഹാപ്പിയായി, തൃപ്തനായി. വസുദേവർ ആ കുട്ടിയെ ജന്മം നൽകി ആ കുഞ്ഞിനെ നേരെ കൊണ്ടുപോയി കംസന് കൊടുത്തപ്പം കംസൻ ഭയങ്കര സന്തോഷവാനായി. വസുദേവരുടെ പ്രതിജ്ഞ, ആ ഒരു പറഞ്ഞ പ്രതിജ്ഞ, അതൊരു സ്വന്തം കുഞ്ഞിനെ, ആദ്യത്തെ കുഞ്ഞിനെ കൊണ്ടു കൊടുക്കണം. അത്രത്തോളം ഒരു അച്ഛൻ ചെയ്യണമെങ്കിൽ ആ പറഞ്ഞ വാക്കിന്റെ ഡെപ്ത് മനസ്സിലാക്കണം. അദ്ദേഹത്തെ കുറിച്ച് ഉള്ളിൽ ഭയങ്കര സന്തോഷം തോന്നി കംസന് നമ്മുടെ വസുദേവരെ കുറിച്ചിട്ട്. എന്നിട്ടോ അതുപോലെ കാരുണ്യവും തോന്നി. വസുദേവർ ആദ്യത്തെ കുഞ്ഞ് എനിക്ക് കൊണ്ടു തന്നിരിക്കുന്നു, ആ ഒരു ഇത് തോന്നിയ കംസന് കാരുണ്യം തോന്നി. എന്നിട്ട് കംസൻ പറഞ്ഞു, പ്രിയപ്പെട്ട വസുദേവ, ഈ കുട്ടിയെ എനിക്ക് തരണ്ട. ഈ കുഞ്ഞിൽ നിന്ന് എനിക്ക് ആപത്തൊന്നുമില്ല. നിനക്കും ദേവകിക്കും ജനിക്കുന്ന 8ാമത്തെ കുട്ടിയെ വധിക്കുമെന്നാണ് അശരീരി. പിന്നെ ഞാൻ എന്തിനാണ് അനാവശ്യമായിട്ട് ഈ കുട്ടിയെ സ്വീകരിക്കുന്നത്? ഇവനെ തിരിച്ചു കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു കംസൻ. എന്താ പറഞ്ഞത്? കാരുണ്യം തോന്നി അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു, ഈ കുട്ടിയെ നീ കൊണ്ടുപോ, ഈ കുട്ടിയിൽ നിന്നല്ല എനിക്ക് ആപത്ത്, 8ാമത്തെ കുട്ടിയിൽ നിന്നാണ് എനിക്ക് ആപത്ത്, നീ കൊണ്ടുപോക്കോന്നാണ്. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് മടങ്ങി വരുമ്പോൾ കംസന്റെ പെരുമാറ്റത്തിൽ ഭയങ്കര സന്തോഷം തോന്നി. ആർക്ക്? നമ്മുടെ വസുദേവർക്ക്. അങ്ങനെ കംസൻ ആത്മനിയന്ത്രണമില്ലാത്തവനായതുകൊണ്ട് വിശ്വസിക്കാൻ കൊള്ളില്ല. ഇതൊക്കെ കംസൻ പറയെങ്കിലും അവൻ ആത്മനിയന്ത്രണമില്ല, സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവില്ല അവന്.
അതുകൊണ്ട് തന്നെ അവനെ വിശ്വസിക്കാൻ പറ്റില്ല. നാസ്തികൻ ഒരിക്കലും സ്വന്തം വാക്കിന് വില കൽപ്പിക്കില്ല. നാസ്തിക സ്വഭാവമുള്ള ആൾക്കാർ ഒരിക്കലും അവരുടെ വാക്കിന് വില കൽപ്പിക്കില്ല. വികാരങ്ങളെ നിയന്ത്രിക്കാത്തവൻ സ്ഥിതപ്രജ്ഞനല്ല. അവന്റെ ദേഷ്യവും വാശിയും വെറുപ്പും ഇങ്ങനെയുള്ള വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ ആരായാലും ശരി, അവൻ സ്ഥിതപ്രജ്ഞനല്ല. രാഷ്ട്രതന്ത്രജ്ഞനായിരിക്കുന്ന ചാണക്യ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത് ചാണക്യൻ? നയതന്ത്ര വിദഗ്ധനെയോ സ്ത്രീയെയോ ഒരിക്കലും വിശ്വസിക്കരുത്. ഓക്കെ, നയതന്ത്രജ്ഞനെയും സ്ത്രീയെയും ഒരിക്കലും വിശ്വസിക്കരുത്. ഭോഗങ്ങളിൽ അത്യാസക്തിയുള്ളവൻ ഒരിക്കലും സത്യസന്ധരാവില്ല. നല്ല സുഖജീവിതം വേണമെന്ന് ചിന്തിക്കുന്നവരൊരിക്കലും സത്യസന്ധന്മാരല്ല. അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമുക്കുള്ളതുകൊണ്ടൊക്കെ മതിയെന്നേ, ഇതൊക്കെ മതി, ഇതൊന്നും കുഴപ്പമില്ല, ഇതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ എന്തിനാ എന്ന് ചിന്തിക്കുന്നവരെ പോലെ അല്ല എപ്പോഴും എനിക്ക് അത് വേണം, ഇത് വേണം, എനിക്ക് അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം, എനിക്ക് അത് കിട്ടണം, ഇത് കിട്ടണം, എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാൻ പാടില്ല, എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം എന്ന ചിന്താഗതിയുള്ള വ്യക്തികളെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ഭോഗങ്ങളിൽ അത്യാസക്തിയുള്ളവൻ ഒരിക്കലും സത്യസന്ധന്മാരല്ല. അവരെ ഒരു കാലത്തും വിശ്വസിക്കാനും പറ്റില്ല. ഞാനല്ല കേട്ടോ പറഞ്ഞത്, ചാണക്യനാ പറഞ്ഞത്. അങ്ങനെ ആ ഇടയ്ക്ക് നാരദ മഹാമുനി എന്തു ചെയ്തു? കംസന്റെ കൊട്ടാരത്തിൽ വരികയാണ്. ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ നാരദ മുനി ആ സമയത്ത് ഒരു പ്രാവശ്യം കൊട്ടാരത്തിൽ വന്നു. അദ്ദേഹത്തിന്റെ ആദ്യ സന്താനത്തെ, വസുദേവരുടെ ആദ്യത്തെ കുഞ്ഞിനെ കംസൻ തിരികെ കൊടുത്ത വാർത്ത നാരദ മഹർഷി കേട്ടിരുന്നു. കംസൻ ഈ കുട്ടിയെ തിരികെ കൊടുത്തു എന്നുള്ളത് ആരറിഞ്ഞു? നമ്മുടെ നാരദ മുനി അറിഞ്ഞു. എത്രയും വേഗം കൃഷ്ണാവതാരത്തിന് വേഗം കൂട്ടുക എന്നുള്ളതായിരുന്നു നാരദന്റെ ലക്ഷ്യം. അപ്പോൾ വസുദേവർക്ക് ആദ്യത്തെ കുട്ടിയെ തിരിച്ചു കൊടുത്തു എന്ന് നാരദൻ അറിഞ്ഞു. അപ്പം നാരദൻ ചിന്തിക്കണേ, കൃഷ്ണന്റെ അവതാരം എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ആക്കണം എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് നന്ദമഹാരാജാവും ഗോപന്മാരും ഗോപികകളും വൃന്ദാവനത്തിലെ ഗോപന്മാരുടെ ഭാര്യമാരും മറുവശത്ത് വസുദേവരും പിതാവ് ശൂരസേനനും യദുവംശത്തിലെ വൃഷ്ണികുലത്തിൽ പിറന്ന ബന്ധുജനങ്ങൾ മുഴുവനും കൃഷ്ണാവതാരത്തിന് സ്വീകരണം നൽകാൻ വേണ്ടി ഇങ്ങനെ എന്താ പറയാ തയ്യാറെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം കംസനെ ധരിപ്പിച്ചു. എന്താ ധരിപ്പിച്ചത്? ഈ വക കുടുംബങ്ങളിലെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അവരുടെ അഭ്യുദയ കാംക്ഷികൾ, ഈ പറഞ്ഞ കുടുംബങ്ങളിൽ പിറക്കാൻ പോകുന്ന ദേവന്മാർ എന്നിവരെ കുറിച്ചൊക്കെ കരുതലോടെ ഇരിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൊടുത്തു. ഈ പറഞ്ഞ ആൾക്കാര്, ഗോപന്മാര്, ഇവര് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ കംസ, ഇവരെല്ലാവരെയും കുറിച്ചിട്ട് ഒരു ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്ന് പറഞ്ഞു. കംസനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഉപദേശകന്മാരും എല്ലാം അസുരന്മാരായിരുന്നു. കംസനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും എല്ലാം എന്താണ്? ഭയങ്കരമായ അസുരന്മാരായിരുന്നു. അസുരന്മാർക്ക് എപ്പോഴും ദേവന്മാരെ ഭയമാണ്. മനസ്സിലായില്ലേ? അസുരന്മാർക്ക് എപ്പോഴും ദേവന്മാരെ ഭയമാണ്. മോനപ്പൻ മുതലാളി, എല്ലാ സ്ത്രീകളെയും നമ്മൾ അടച്ചാക്ഷേപിക്കരുത്. നമ്മൾക്കും ഒരു അമ്മയുണ്ട്, ഒരു ഭാര്യയുണ്ട്, ഒരു മകളുണ്ട് എന്ന് ആലോചിക്കുക. അവരെയൊക്കെ നമ്മൾ വിശ്വസിക്കാതിരിക്കോ? ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? നമ്മൾ ഓർക്കുക, ഓരോരോ ജീവിതത്തിൽ ഓരോരോ തരത്തിലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ നമ്മൾ ചില ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം. ഈ 3 ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരാളോട് ഇടപെടേണ്ടത് എന്ന്. ഈ 3 ഗുണങ്ങൾ എന്താണെന്നുള്ളതും വ്യക്തമായി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയോട് ഇടപെടുമ്പോൾ നമുക്ക് ഭഗവാൻ ബോധവും ബുദ്ധിയും തന്നിട്ടുണ്ടല്ലോ. ബോധവും ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ ആരുമല്ലല്ലോ നമ്മളെല്ലാവരും. നമുക്ക് ഒരാളോട് ഇടപെടുന്ന സമയത്ത് അറിയാലോ അവരെന്താണ്, ഏതാണ്, അവരെങ്ങനെയുള്ള ആൾക്കാരാണെന്ന്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇടപെടുക. ഓക്കെ, ഗ്രന്ഥങ്ങളിൽ പറയുന്നത് എല്ലാം നമ്മൾ അതേപോലെയല്ല എടുക്കേണ്ടത്. അതിന്റെ അന്തരാർത്ഥത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ? നമുക്ക് ഏതൊരു വാക്കിനും ഏതൊരു എന്താ പറയാ തീരുമാനത്തിനൊക്കെ ഒരു അന്തരാർത്ഥമുണ്ട്. അപ്പോൾ ആ അന്തരാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ള രീതിയിൽ ഒരു വേർഡ് പറഞ്ഞു നോർത്ത് അതിനെ ട്വിസ്റ്റ് ചെയ്ത് കണ്ടിട്ട് അതിനെ മറ്റൊരു രീതിയിൽ നമ്മൾ കാണാൻ പാടില്ല. അങ്ങനെ കാണുമ്പോൾ നമുക്ക് ജന്മം നൽകിയ അമ്മ എന്നൊരു സത്യമുണ്ട്, അതൊരു സ്ത്രീയാണെന്ന് നമ്മൾ ഓർക്കണം. മനസ്സിലായില്ലേ? എന്നാൽ അതേപോലെ തന്നെ മറ്റു സ്ത്രീകളുണ്ട്. ഞാൻ സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്ത് പറയില്ല കേട്ടോ. നല്ലവരായ സ്ത്രീകളുണ്ട്, മോശം സ്വഭാവമുള്ള സ്ത്രീകളുണ്ട്. അതുപോലെ നല്ലവരായ പുരുഷന്മാരുണ്ട്, മോശം സ്വഭാവമുള്ള പുരുഷന്മാരുമുണ്ട്. മനസ്സിലാവുന്നില്ലേ? ഇപ്പോൾ ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ പോകുന്നു, ഞാൻ അവിടെ 2 തരത്തിലുള്ള ആണുങ്ങളെ കാണുന്നുണ്ട്. നല്ലവരായിരിക്കുന്ന നല്ല സ്വഭാവമുള്ള ആണുങ്ങളും ഉണ്ട്, പലതും ആഗ്രഹിക്കുന്ന ആണുങ്ങളുണ്ട്. അപ്പൊ ഞാനാണ് തീരുമാനിക്കേണ്ടത് ആരുടെ കൂടെ ഞാൻ ഇടപഴകണം എന്നുള്ളത്. മനസ്സിലാവണം? അതിനുള്ള ബോധവും ബുദ്ധി എനിക്കുണ്ടല്ലോ. അപ്പൊ അതേപോലെ നമ്മൾ മനസ്സിലാക്കുക,
ഏത് ആളുകളോട് ഏത് രീതിയിൽ ഇടപെടണം, അവരെങ്ങനെയുള്ള ആളുകളാണ്, അതിനാണ് നമുക്ക് ബോധവും ബുദ്ധിയും ഭഗവാൻ തന്നിരിക്കുന്നത്. ഈ ബോധം നശിക്കാതിരിക്കാനാണ് ഗീതയിൽ പറയുന്നത് എന്ത്? നമ്മുടെ ബോധം മലിനമാവാതിരിക്കാൻ ഈശ്വരീയ ചിന്താഗതിയിലൂടെ ജീവിക്കുക, ഒപ്പം തന്നെ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചിട്ട് ഈശ്വരീയ ചിന്താഗതിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി ഇതും താണ്ടി നമ്മൾക്ക് ആരിൽ നിന്ന് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സങ്കടങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കർമ്മ. അതും ഇതിൽ തന്നെ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? കർമ്മ എന്നൊരു കാര്യമുണ്ട്. നമ്മൾ എന്ത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തോ അതിന്റെ റിഫ്ലക്ഷൻ ഈ ജന്മത്തിൽ ഉണ്ടാവും. അതും നമ്മൾ ചിന്തിക്കുക. ഇപ്പൊ എന്നെ ഒരാൾ വേദനിപ്പിച്ചു, ഞാൻ അവരെ വെറുത്തിട്ട് കാര്യമില്ല. കാരണം എന്താണ്? അത് ഞാൻ അനുഭവിക്കേണ്ട കർമ്മയായിരുന്നു, അത് ഞാൻ അനുഭവിച്ചു. അതിനൊരു സാഹചര്യം ഭഗവാൻ ഉണ്ടാക്കി. അത് അനുഭവിക്കാനാണ് ഞാൻ ഈ ശരീരം എടുത്തിരിക്കുന്നത്. മനസ്സിലാകുന്നില്ലേ? ആ ഒരു വിഷമം അനുഭവിക്കാനാണ് ഞാൻ ഈ ശരീരം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ശരീരം എടുത്ത് ഞാൻ കുറച്ച് വിഷമങ്ങൾ അനുഭവിച്ചു. കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് വിഷമങ്ങളല്ല, എനിക്ക് സന്തോഷങ്ങളും ഉണ്ട്. ഈ സന്തോഷങ്ങൾ ഞാൻ അനുഭവിക്കാനും കൂടിയാണ് ഞാൻ എന്തെടുത്തിരിക്കുന്നത്? ഈ ശരീരം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചാണക്യൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ത്രീകളെയും ആക്ഷേപിക്കുമ്പോൾ ജന്മം നൽകിയ അമ്മ സ്ത്രീയാന്ന് മറന്നു പോകരുത്. നമ്മളിലുള്ള പുരുഷത്വത്തെ പൂർണ്ണമാക്കിയ ഭാര്യ സ്ത്രീയാണെന്ന് മറന്നു പോകരുത്. ആ സ്ത്രീ പ്രസവിക്കുമ്പോൾ ലേബർ റൂമിന്റെ പുറത്ത് സ്വന്തം രക്തത്തെ കാണാൻ കാതോർത്തിരുന്ന, കണ്ണു നോക്കിയിരുന്ന ആ ദിവസം നമ്മൾ മറന്നു പോകരുത്. അപ്പോ സ്ത്രീകൾ എല്ലാം അങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും, ഞാൻ സമ്മതിക്കൂല. കാരണം ഞാനൊരു സ്ത്രീ ആയത് മാത്രമല്ല, അതുകൊണ്ട് മാത്രമല്ല നമ്മൾ അങ്ങനെ ആരെയും അങ്ങനെ ചെയ്യരുത്. ഇപ്പം മഞ്ജരീസിൽ ഒരുപാട് നല്ല ജെൻസ് ഉണ്ട്, ഒത്തിരി നല്ല ആണുങ്ങളുണ്ട്. അവരൊക്കെ പലരും ഇപ്പം അങ്ങ് തന്നെ മുതലാളി തന്നെ ഡെയിലി രാവിലെ എനിക്ക് എന്താ മെസ്സേജ് ഇടാ, ഗുരുവായൂരപ്പ അമ്മൂസിന്റെ കൂടെ ഉണ്ടാവണേ. ഇപ്പൊ എന്നെ ഒന്നും കണ്ടിട്ടില്ല അന്വേഷിക്കാൻ എത്രയോ പേരുണ്ട്. അമ്മ എവിടെ പോയി, കണ്ടില്ലല്ലോ, എന്താണ്, ഏതാണ്? ഇതൊക്കെ ചിലപ്പോൾ ഞാൻ പലരെയും കണ്ടിട്ട് പോലും, ഇപ്പൊ സുധി പാലത്തിങ്കൽ ഞാൻ കണ്ടിട്ടേ ഇല്ല 5 വർഷമായിട്ട്. പക്ഷെ എവിടെയാ, എന്താ, ഏതാ അന്വേഷിക്കും, സംസാരിക്കും. അങ്ങനെ എല്ലാവരും ഒരുപാട് പേര്, ഒത്തിരി പേരുണ്ട് അല്ലേ? അമ്മമാരായിട്ടും ചേട്ടന്മാരായിട്ടും കൂട്ടുകാരായിട്ടും സഹോദരങ്ങളായിട്ടും അനിയനായിട്ടും. ഇതിനൊന്നും നമുക്ക് ഒരു വ്യക്തിപരമായ ബന്ധങ്ങൾ വേണ്ട, ഹൃദയം കൊണ്ടുള്ള അടുപ്പാണ് അതൊക്കെ, സ്മൂത്ത് ആയിട്ടുള്ള അടുപ്പങ്ങൾ. എനിക്കൊന്നും സുഖമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാം, ഒന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുക. ഞാനിപ്പോൾ മുതലാളിയെ മാത്രം പറയില്ല കേട്ടോ, എല്ലാവരോടും ഓവറോൾ എല്ലാവരോടും കൂടിയുള്ള ഒരു ആൻസർ പറയാണ്. അപ്പോൾ ഇപ്പം ഞാൻ നന്നായിട്ട് ഒരു സ്ഥലത്ത് പ്രീച്ച് ചെയ്യുന്നു, അമ്മു ഇനി നന്നായിട്ട് പറയാൻ പറ്റും, പ്രഭാഷണം ചെയ്യണം, ക്ലാസ് എടുക്കണം. ഒരു സമയത്ത് നമ്മുടെ മഞ്ജരീസിന്റെ ക്ലാസ് സ്റ്റോപ്പായി പോയപ്പം നിങ്ങളൊക്കെ തന്നെയായിരുന്നു തന്നെ പ്രൊമോട്ട് ചെയ്തത്, പറ്റും, എടുക്ക്. അതെന്തുകൊണ്ടാണ്? ആ ഒരു ആത്മബന്ധം അല്ലെ? അതിന് പ്രത്യേകിച്ച് നമുക്കൊരു ബ്ലഡ് റിലേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് നമ്മളൊരു നല്ല ഒരു സൗഹൃദ കൂട്ടായ്മയിലൂടെയാണ് അങ്ങനെ മുന്നോട്ട് പോയത്. അത് ഇന്ന് എത്രമാത്രം നന്നായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? രമണൻ പ്രഭുവിനെയും കണ്ടിട്ടില്ല, പക്ഷേ എന്തുമാത്രം ആത്മബന്ധമാണെന്നറിയാമോ? അദ്ദേഹത്തിന്റെ വീട്ടിലെല്ലാ കാര്യങ്ങളും എനിക്കറിയാം, എല്ലാം സംസാരിക്കാം. അങ്ങനെ എത്ര പേര്. അപ്പം അതിനേക്കാൾ വലിയ പുണ്യം എന്താ ഉള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്നാൽ നമ്മളെല്ലാവരും ജീവിക്കുന്ന ഇതേ സമൂഹത്തിൽ തന്നെ മോശമായിട്ടുള്ള ആൾക്കാരും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുണ്ട്, അറിയാലോ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയാണോ ജീവിക്കുന്നത്? അല്ല. അവർക്ക് അവരുടെ ഇഷ്ടങ്ങള്, ഇപ്പൊ എൻ്റെ കൂട്ടുകാര് പലരും മദ്യപിക്കും. ഞാൻ എന്തിനും നുണ പറയണം? പലരും ഡ്രിങ്ക്സ് കഴിക്കുന്നവരാണ്. ഓക്കെ, ഞാൻ എന്താ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടാണോ നടക്കുന്നത്? അല്ലല്ലോ. ഞാൻ എന്താ പറയാ, ഓക്കേടാ, നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അത് ചെയ്യ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറഞ്ഞ് ഉപദേശിക്കാൻ സാധിക്കും, അത് പാടില്ല, ചെയ്യണ്ട. പക്ഷെ അവരൊക്കെ കോക്ടെയിൽ പാർട്ടി, അത് ഇത്, ഓക്കെ, കഴിച്ചിട്ട് പോരെ, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഞാൻ ശരിയുടെ കാണാം എന്നും പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് വരും. മനസ്സിലായില്ലേ? അപ്പൊ എന്താ ചെയ്യുക? നമ്മൾ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാണ്ട് മറ്റുള്ളവരങ്ങനെയാണ്, അതുകൊണ്ട് ഇവരിങ്ങനെയാണ്, അവരങ്ങനെയാണ്, ഇങ്ങനെയൊന്നും നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ട് എന്ത് ചെയ്യുക? ആളുകളെ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഓഫ്, നുള്ളി പറിച്ചോണ്ട് പോയി എൻ്റെ സഞ്ജു കൊടുക്കും. അവൻ്റെ ഒരു തമാശകൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു വന്നിട്ട്. അപ്പൊ എന്ത് ചെയ്യാം? ഈ പറയുന്ന കംസനെ ഉപദേശിക്കുന്ന എല്ലാവരും, സുഹൃത്തുക്കളും ഉപദേശകന്മാരും എല്ലാവരും എന്താണ്? അസുരന്മാരായിരുന്നു. അയാൾ ഉപദേശിക്കുന്ന എല്ലാവരും അസുരന്മാരായിരുന്നു. അസുരന്മാർക്ക് എപ്പോഴും ദേവന്മാരെ പേടിയുമാണ്. വിവിധ കുടുംബങ്ങളിൽ ദേവന്മാർ പ്രത്യക്ഷപ്പെടാൻ പോകുന്നതിനെ കുറിച്ച് എന്താണ് നാരദനിൽ നിന്ന് കേട്ടപ്പോൾ കംസൻ ഭയങ്കര ജാഗരൂകനായി. വിവിധ കുടുംബങ്ങളിൽ ദേവന്മാര് വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പം
ആകെ കംസന് ടെൻഷനായി. അയ്യയ്യോ, ഇവിടെ കൃഷ്ണൻ മാത്രമല്ല വരുന്നത്, പല പല കുടുംബങ്ങളിൽ പല പല ദേവന്മാരും വരാൻ പോകുന്നു. ദേവന്മാർ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരത്തിന് ഇനി താമസമുണ്ടാവില്ല എന്ന് ആർക്ക് മനസ്സിലായി? കംസന് മനസ്സിലായി. ഉടൻ തന്നെ അയാൾ ദേവകിയെയും ഭർത്താവായിരിക്കുന്ന വസുദേവരെയും ബന്ധനസ്ഥരാക്കി. അപ്പോഴാണ് കംസൻ എന്ത് ചെയ്യുന്നത്? വസുദേവരെയും ദേവകിയെയും പോയിട്ട് ബന്ധനസ്ഥനാക്കിയത് സഞ്ജുടെ. എന്നിട്ടോ നേരെ കൊണ്ടുപോയിട്ട് കാരാഗ്രഹത്തിൽ താമസിപ്പിച്ചു. അങ്ങനെ ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കഴിഞ്ഞിരുന്ന വസുദേവർക്കും ദേവകിക്കും വർഷം തോറും ഓരോ ആൺകുട്ടി ജനിക്കുകയാണ്. ഈ കുട്ടികൾ ഓരോന്നും വിഷ്ണുവിന്റെ അവതാരമാണെന്ന് സംശയിച്ച എന്താണ് അവരെ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ കൊല്ലാൻ തുടങ്ങി കംസൻ. ഇവരെല്ലാം വിഷ്ണുവിന്റെ അവതാരങ്ങളാണെന്നാണ് സംശയിക്കുന്നുണ്ട്. അവരെ എല്ലാം കൊല്ലാൻ തുടങ്ങി. 8ാമത്തെ പുത്രനായിരുന്നു കംസന് കൂടുതൽ പേടി. എന്നാലും നാരദന്റെ സന്ദർശനത്തെ തുടർന്ന് ഇവരിൽ ഏത് ശിശുവും കൃഷ്ണനായിരിക്കാൻ സാധ്യതയുണ്ടെന്ന ഒരു ചിന്തയിലേക്ക് കംസൻ വരികയാണ്. 8ാമത്തെ പുത്രൻ കൊല്ലുമെങ്കിലും എപ്പോ വേണമെങ്കിലും എന്താണ് ജനിക്കുന്ന കുട്ടി കൃഷ്ണനായിരിക്കുന്ന കംസന് സംശയമായി. അതുകൊണ്ട് ദേവകിക്കും വസുദേവർക്കും ജനിച്ച എല്ലാ ശിശുക്കളെയും കൊല്ലുകയാണ് ഏറ്റവും നല്ലതെന്ന് കംസൻ തീരുമാനമെടുക്കുകയാണ്. കംസന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മോശം പ്രവൃത്തി വേറെയില്ല. അത് അയാൾക്ക് ചെയ്യാനും ഒരു വിഷമവും ഇല്ല. രാജപരമ്പരയിൽപ്പെട്ട ആളുകൾ തങ്ങളുടെ സന്തോഷം പൂർത്തിയാക്കുന്നതിന് അച്ഛനെയോ സഹോദരനോ അതും പോരെങ്കിൽ പൂർണ്ണമായിട്ട് കുടുംബാംഗങ്ങളവരെയും കൊന്നു തള്ളിയിട്ടുണ്ട് എന്നുള്ള ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിലും ലോക ചരിത്രത്തിലുണ്ട്. ഇതിൽ അത്ഭുതകരമായിട്ട് ഒന്നും തന്നെ ഇല്ല. കാരണം തങ്ങളുടെ പരമ ദുഷ്ടമായിരിക്കുന്ന ആഗ്രഹ സാധ്യത്തിനായിട്ട് ആസുര ബുദ്ധികൾ എന്തിനും മടിക്കില്ല. അവരവരുടെ സന്തോഷം നിലനിർത്താൻ ഈ അസുര ബുദ്ധികളായിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യാനും മടിക്കില്ല. നാരദ മുനിയുടെ അനുഗ്രഹത്താൽ കംസന് തൻ്റെ പൂർവജന്മത്തെ കുറിച്ച് അറിവ് ലഭിച്ചു. നാരദ മുനിയുടെ അനുഗ്രഹം കൊണ്ട് കംസന്റെ പൂർവജന്മത്തെ കുറിച്ച് ഒരു അറിവ് ലഭിക്കുകയാണ്. പൂർവജന്മത്തിൽ താൻ കാലനേമി എന്ന അസുരനായിരുന്നുവെന്നും, ശ്രദ്ധിച്ചു കേൾക്കണേ, പൂർവജന്മത്തിൽ കംസൻ കാലനേമി എന്ന് പറയുന്ന ഒരു അസുരനായിരുന്നെന്നും വിഷ്ണുവാണ് തന്നെ നിഗ്രഹിച്ചതെന്നും അയാൾക്ക് മനസ്സിലായിരുന്നു. നാരദൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, പൂർവജന്മത്തില് കംസൻ കാലനേമി എന്ന് പറയുന്ന ഒരു അസുരനായിരുന്നു. വിഷ്ണുവാണ് കാലനേമി എന്ന് പറയുന്ന അസുരനെ വധിച്ചത്. ഭോജകുലത്തിൽ പിറവിയെടുത്തപ്പോൾ മുതൽ യദുവംശത്തിന്റെ കടുത്ത ശത്രുവാകാൻ തന്നെ ആര് തീരുമാനിച്ചു? കംസൻ തീരുമാനിച്ചു. ആ വംശത്തിലാണ് കൃഷ്ണൻ ജനിക്കാൻ പോകുന്നത്. പൂർവജന്മത്തിലെ പോലെ തന്നെ കൃഷ്ണൻ തന്നെ ഈ ജന്മത്തിലും വധിക്കുമെന്ന് കംസന് പേടി തുടങ്ങി. ആദ്യം തന്നെ സ്വന്തം പിതാവായിരിക്കുന്ന, സ്വന്തം അച്ഛനായിരിക്കുന്ന ഉഗ്രസേനനെ കംസൻ എന്ത് ചെയ്തു? തടവിലാക്കി. ആദ്യം തന്നെ കംസൻ തടവിലാക്കിയത് അച്ഛനായിരിക്കുന്ന ആരെയാണ്? ഉഗ്രസേനനെയാണ്. കാരണം യദുഭോജക വംശങ്ങളിലൂടെയെല്ലാം മുഖ്യ രാജാവ് ആരായിരുന്നു? ഉഗ്രസേനനായിരുന്നു. ആദ്യം തന്നെ അച്ഛനെയാണ് കംസൻ എന്ത് ചെയ്തത്? തടവിലാക്കുന്നത്. കാരണം ഇതിന്റെ എല്ലാം എന്താ പറയാ, മുഖ്യ രാജാവ് എന്ന് പറയുന്നത് ഉഗ്രസേനനായിരുന്നു. പോരായെങ്കിൽ വസുദേവരുടെ അച്ഛനായിരിക്കുന്ന ശൂരസേനന്റെ രാജ്യവും അദ്ദേഹം കയ്യിലാക്കി. ഈ പറഞ്ഞ പ്രദേശങ്ങളുടെ എല്ലാം അധിപനായിട്ട് കംസൻ സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സ്ഥലങ്ങളെല്ലാം കയ്യിലടക്കി, അച്ഛനെയും തടവിലാക്കി, സഹോദരിയുടെ മക്കളെയും കൊന്ന് ദുഷ്ട സ്വഭാവങ്ങളും കാണിച്ചുകൊണ്ട് കംസൻ അങ്ങനെ നിലനിൽക്കാന്ന് വിചാരിച്ചു. കാലനേമി എന്ന് പറയുന്ന ആ ജന്മത്തിൽ, കഴിഞ്ഞ ജന്മത്തിൽ കംസനെ കൊന്നതാരാണ്? വിഷ്ണുവാണ്. അപ്പൊ ഈ ജന്മത്തിലും ഉറപ്പായിട്ടും കംസനെ ഭഗവാൻ തീർക്കുമെന്ന് ആര് പേടിച്ചു? കംസൻ പേടിച്ചു. ഈ പൂർവജന്മ കഥ ആര് പറഞ്ഞു കൊടുത്തു കംസന്? നമ്മുടെ നാരദ മുനി പറഞ്ഞു കൊടുത്തു. ഓക്കെ, പുരുഷ സൂക്തത്തിലൂടെയാണ് ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നത്. ആര്? ബ്രഹ്മദേവനും
ദേവന്മാരും. ഇത്രയും മനസ്സിലായാലോ? ഇങ്ങനെ നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിലെ ഈ ഒരു അധ്യായം ഇവിടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ അധ്യായമാണ്, രണ്ടാമത്തെ കഥയാണ്. അത് നാളെ എടുത്തു തരാം. എനിക്ക് തോന്നുന്നു മനസ്സിലായോ നിങ്ങൾക്ക്? ശ്രീമദ് ഭാഗവതത്തിൽ ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങിയെടുത്തോളം ഇത് മനസ്സിലായോ? ഇത്രയും മനസ്സിലായി? ഇത് നന്നായിട്ട് മൈൻഡിൽ നിൽക്കുമോ ഈ പറഞ്ഞെന്ന കാര്യങ്ങൾ? നമ്മൾ കൃഷ്ണന്റെ കഥകൾ കേട്ടതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി തോന്നുന്നില്ലേ ഈ ഒരു സംഭവങ്ങൾ? എന്തെങ്കിലും കമൻസ് തരൂ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഭാഗവതം കേൾക്കാൻ ഇഷ്ടമുണ്ടോ? എനിക്ക് വിശക്കുന്നു, വേഗം 10:30 എനിക്ക് 11:30 കിടക്കണം. അപ്പോഴേക്കും കുറേ പണിയുണ്ട്. ഫ്രഷപ്പ് ആവണം, പ്രാർത്ഥിക്കണം, വേഗം. മോർണിംഗ് എനിക്ക് 4 o'clock എഴുന്നേറ്റാലേ പൂജ നടക്കൂ, ജപം നടക്കൂ. അത് കഴിഞ്ഞിട്ട് ജിമ്മ് പോകണം, ഡാൻസ് ക്ലാസ് പോകണം, അന്നദാനം ചെയ്യണം. ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം മനസ്സിലായോ ഇത്? ബാബു പ്രഭു നമസ്തേ. മനസ്സിലായി, സന്തോഷമായി, കൃത്യതയുണ്ട്, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഒറ്റ നിർബന്ധമേ ഉള്ളൂ ക്ലാസ്സിൽ. എന്താണെന്നറിയാമോ? പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും നമ്മുടെ മൈൻഡിൽ നിൽക്കണം. എന്തെങ്കിലും കുറച്ചെങ്കിലും നമുക്കൊരു കഥ പോലെ ഇങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റണം. അത് നമ്മളെ മനസ്സിൽ നിൽക്കണം. കുറേ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ നമുക്കൊന്നും അങ്ങനെ കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വിട്ടുപോകും മനസ്സിന്ന്. താങ്ക് യു. അപ്പം നമുക്കത് മൈൻഡിൽ നിൽക്കണം. നമ്മൾ പറഞ്ഞു തന്ന കഥകൾ, അല്ലെങ്കിൽ ഓക്കെ ഇങ്ങനെയാണ് സംഭവിച്ചത്, ഇതാണ്. ഇപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. കാലനേമി ആരാണ്, കംസൻ ആരാണ്, ഉഗ്രസേനൻ ആരാണ്, കംസൻ ആരെയാണ് ആദ്യം ജയിലിൽ അടച്ചത്, ഏതവസ്ഥയിലാണ് ഇങ്ങനെ ചെയ്തത്. താങ്ക് യു സോ മച്ച്. എനിക്കതാ നിർബന്ധം. ഞാൻ ഹറിബറിയായിട്ട് എടുത്തു പോവില്ല. ഓക്കെ, നോക്കാം. അപ്പോൾ എനിക്ക് അങ്ങനെ ഇതാക്കാൻ പറ്റില്ല. ഞാൻ ഹറിബറിയായിട്ട് ഒരിക്കലും ക്ലാസ് എടുത്തു പോവില്ല. നിങ്ങൾ വിചാരിക്കും മാതാജി എപ്പോഴെപ്പോഴും ക്ലാസ് എടുക്കുന്നില്ല, പറഞ്ഞു തരുന്നില്ല. അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾക്ക് എടുക്കുന്ന കാര്യങ്ങൾ വ്യക്തതയോടെ ലളിതമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. നമ്മൾ ഒരു കോമ്പറ്റീഷനും ആരോടും വേണ്ട. എപ്പോഴും ഞാൻ ക്ലാസ് എടുത്തിട്ടില്ലെങ്കിലും എടുത്തു തരുന്ന ക്ലാസ്സുകൾ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഡൗട്ടില്ലാതെ എടുത്തു തരാൻ ശ്രമിക്കും. അത് മനസ്സിലാക്കാൻ എനിക്കും നിങ്ങൾക്ക് ഒരുപോലെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വേണം. അപ്പം അതുകൊണ്ട് കൃത്യതയോടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് പോവുക. മെല്ലെ നമ്മളിങ്ങനെ പഠിച്ചു പോയാൽ മതി. ധൃതി വെക്കേണ്ട. ധൃതി വെച്ച് നമുക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. സന്തോഷമായിട്ട് കിടന്നുറങ്ങുക. കേരളത്തിൽ നല്ല മഴയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിവിടെ ചെന്നൈയിലാണ്. ഇവിടെ ഒട്ടും മഴയില്ല. ഓക്കെ, തീരെ മഴയില്ല. നല്ല ചൂടാണ്. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഇവിടെ. ഒരുപാട് നല്ല എന്താ പറയുക, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷെ കേരളത്തിൽ ഭയങ്കര വെള്ളപ്പൊക്കമായി. എന്താണ്, ഗീതയാണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. ഇല്ല അമ്മ, സിമ്പിളായിട്ട് തന്നെ പറഞ്ഞുതരാം. എന്താ പറയുക, ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടെന്ന് മനസ്സിലായി. കുറച്ച് സേഫായിട്ടിരിക്കുക. ഈ സമയത്ത് ഒന്നേ പറയാനുള്ളൂ, അനാവശ്യമായിട്ട് വണ്ടിയെടുത്ത് പുറത്ത് കറങ്ങാതിരിക്കുക. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ പുറത്ത് വിടാതിരിക്കുക. ഇലക്ട്രിസിറ്റി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അടുക്കളയിലൊക്കെ പല സ്ത്രീകളുടെ അടുക്കളയിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാക്സിമം തുടച്ചൊക്കെ ഒന്ന് സേഫായിട്ടിരിക്കാൻ നോക്കുക. ഒരു അത്യാപത്തും അറിയാനുള്ള അവസ്ഥ ഉണ്ടാവരുത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ. പ്രാർത്ഥിക്കാം, നമുക്കതല്ലേ പറ്റൂ. പിന്നെ എന്തെങ്കിലും എമർജൻസി ആവശ്യങ്ങളുണ്ടെങ്കിൽ മെഞ്ചരീസിൽ മെസ്സേജ് ഇടാം. നാളെ മറ്റന്നാളായിട്ട് അവർ നോക്കിക്കോളും. എനിക്ക് ഈ ഡബ്ബിങ് കാര്യങ്ങൾ ഇതൊക്കെ പോകണം. ഇതിനൊക്കെ നാട്ടിലും പ്രഭാഷണത്തിന് വരുമ്പോൾ ലീവ് എടുക്കുന്നു. ഇവിടെയും അപ്പോൾ ജോലിയുടെ പ്രശ്നം ഉണ്ടാവുന്നു. അതാണ് കാര്യം. അറിയാലോ, ലാസ്റ്റ് ഒരു 2-3 months ആയിട്ട് 23 ദിവസം, 10 ദിവസം, 7 ദിവസം, 8 ദിവസം ഒക്കെ ലീവാവുന്നു. അപ്പോൾ ഇവിടുത്തെ ജോലി ഭയങ്കര പ്രോബ്ലം ആവുന്നു. പിന്നെ ഇന്നലെ ഭഗവാന്റെ അനുഗ്രഹത്തിൽ പുതിയ മൂവി റിലീസായെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആമസോൺ പ്രൈമിൽ. എന്താണ് എന്തായിരുന്നു പേര്, ഞാനേ മറന്നുപോയി. എന്തായിരുന്നു ആ ഷാർക്കിൻ്റെ പേര്, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തായിരുന്നു സഞ്ജു ആ മൂവിയുടെ പേര്? ഇന്നലെ റിലീസായ മൂവിയുടെ പേരെന്തായിരുന്നു? അല്ലപ്പോ മമ്മിയുടെ മൂവിയുടെ നീ കണ്ടേ? ഡെവിൾസ് മൗത്ത്. ദ ഡെവിൾസ് മൗത്ത്.
അത് മറന്നുപോയി. ദ ഡെവിൾസ് മൗത്ത് മൂവി റിലീസായി. സാധിക്കുന്നവർ ആമസോൺ പ്രൈമിൽ കാണുക. അത് അതിലേക്ക് ഇട്ടു. മലയാളമാണ്, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അതിൽ മാക്സ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്, സെക്കൻഡ് ഹീറോയിൻ. അവർക്കാണ് ഞാൻ വോയിസ് കൊടുത്തത്. എല്ലാവരുടെ അടുത്തു നിന്നും നല്ല അഭിപ്രായമായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം. പിന്നെ നിങ്ങൾക്കറിയാം, ഒരു പഴയ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, അമ്പിളി ചേച്ചി. ചേച്ചി ഇന്നില്ല. ചേച്ചിയുടെ ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെയും ഇന്നും. അപ്പം ചേച്ചിയുടെ പേര് ആണ് എനിക്ക്, ഞാനും ഡബ്ബിങ്ങിൽ വരുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആക്ടിങ്, ആങ്കറിങ് അങ്ങനെ പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഭഗവാൻ എന്തോ ഡബ്ബിങ്ങിലും കൂടി എനിക്ക് അവസരം തന്നു. അപ്പം അത് ഭയങ്കര പ്രതികരണമായിരുന്നു കേട്ടോ. കണ്ടവരുടെയൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അതിന് ഗുരുവായൂരപ്പനോട് ഒരുപാട് നന്ദി പറയുന്നു. ദ ഡെവിൾസ് മൗത്ത് അതാണ് മൂവിയുടെ പേര്. THEDEVILS ദ ഡെവിൾസ് മൗത്ത്. കാണാൻ മറക്കരുത്. അഭിപ്രായം അറിയിക്കണം. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താണ്. ഡബ്ബിങ് ഭയങ്കര പ്രശ്നമാണ്. അത് വെള്ളത്തിൽ നീന്തുമ്പം ആ ഒരു കിതപ്പ് കാര്യങ്ങൾ, ഒരു ചെറിയ മൂളലുണ്ടെങ്കിൽ അതുവരേക്കും നമ്മൾ ശബ്ദം കൊടുക്കണം. തെറ്റുണ്ടെങ്കിൽ അപ്പം ആമസോൺ പ്രൈം വീണ്ടും വിളിപ്പിക്കും. എന്തായാലും എല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങളും ഉണ്ട്. സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, എല്ലാത്തിലും ഉപരി സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ ഭവനപുരേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. എല്ലാവർക്കും നന്മ വരട്ടെ. പ്രാർത്ഥിക്കാം. ഓക്കെ.